السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على المبعوث رحمة للعالمين نبينا وحبيبنا محمد وعلى آله وصحبه أجمعين، أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. الحمد لله. ഈ ഒരു ക്ലാസിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അള്ളാഹു നമുക്ക് നൽകിയ ഒരു സൗകര്യമാണ് ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്നത്. ആ ഒരു പ്ലാറ്റ്ഫോമിനെ കാര്യമായിട്ട് ദീനിന്റെ വിഷയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നിടത്ത് സ്ത്രീകൾ വളരെ മുൻപന്തിയിലാണ്. നിരവധി കോഴ്സുകളും ക്ലാസ്സുകളും പ്രബോധന പ്രവർത്തനങ്ങളുമായി നമ്മുടെ സഹോദരിമാർ വളരെ സജീവമായി തന്നെ ഫീൽഡിലുണ്ട് എന്നത് ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഇതിനെല്ലാം മിസ്യൂസ് ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ആധുനിക കാലഘട്ടത്തിൽ ഇതിന്റെ പോസിറ്റിവിറ്റിയെ ദീനിനു വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അള്ളാഹു എല്ലാവർക്കും ബർക്കത്തും സന്തോഷവും പ്രതിഫലവും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുക. വളരെ നിരവധി സ്ട്രെസ്സുകൾക്കിടയിലാണ് നമ്മുടെ ലൈഫ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട്, നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ട്, നമ്മുടെ ആരോഗ്യവും സമ്പത്തും, നമ്മുടെ രാജ്യത്ത് നമ്മുടെ സ്വാതന്ത്ര്യവും, അങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ. ഇപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം, വയനാട്, നമ്മുടെ ഇന്ത്യയിൽ ഇതുപോലത്തെ ഒരു പ്രളയം ഉണ്ടായിട്ടില്ല എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അത്രയും വലിയൊരു പ്രയാസം നമ്മുടെ ജീവിതത്തിലുണ്ടായി. നമ്മുടെ ആരുമല്ലെങ്കിലും ഇതിന്റെ കാഴ്ചകൾ നമ്മുടെ എല്ലാവരുടെയും കണ്ണിനെ ഈറനണിയിച്ചിട്ടുണ്ട്. നമ്മുടെ എല്ലാവരുടെയും മനസ്സിന്റെ സമാധാനം അതിലൂടെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇത്തരം നിരവധി ഫ്രസ്ട്രേഷനുകൾക്കിടയിൽ നമുക്ക് അല്പനേരം ആശ്വാസം കണ്ടെത്താനുള്ള, നമ്മുടെ ദുഃഖങ്ങൾ ശമിച്ച് നമ്മുടെ അസമാധാനവും അസ്വസ്ഥതയും ഇല്ലാതെ നമുക്ക് സമാധാനം കൈക്കൊള്ളാനുള്ള ഒന്നാണ് യഥാർത്ഥത്തിൽ ആരാധനകൾ എന്ന് പറയുന്നത്. ആ ആരാധനകളെ അതിന്റെ രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്നിടത്ത് നമുക്ക് എത്രത്തോളം വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടതാണ്. അതായത് നിസ്കരിക്കുന്നുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ നമ്മുടെ ലൈഫിലുള്ള ദുഃഖങ്ങളും വിഷമങ്ങളും ഫ്രസ്ട്രേഷനുകളും നമ്മുടെ ജീവിതത്തിലെ നിരവധി ഭാരങ്ങളും നമ്മുടെ മനസ്സിന്റെ സ്വാസ്ഥ്യം കെടുത്തുന്ന പ്രയാസങ്ങളും ഒക്കെ ഇപ്പോഴും അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. നമുക്ക് ഈ ആരാധനകൾ കൊണ്ട് അതിനൊരു ആശ്വാസം നേടാൻ കഴിയുന്നില്ല. ആരാധനകൾ പോലും ഈ ആലോചനകളാൽ, ഈ ടെൻഷനുകളാൽ ആരാധനയുടെ ചൈതന്യം പോലും ഇല്ലാതായി പോകുന്ന സാഹചര്യമാണ് ഉള്ളത് എങ്കിൽ ആരാധനയുടെ ആ ഒരു ഉൾക്കാമ്പ് നമുക്ക് ലഭ്യമാകുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സ്വഹാബത്ത് പറയുന്നത്, അവിടുന്ന് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കുമായിരുന്നു. സുഹൃത്ത്, നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഈ സൂറത്ത് ഇറങ്ങാനുള്ള പശ്ചാത്തലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ മക്കളും മരിച്ചപ്പോൾ ശത്രുക്കൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കുകയും നബി ഒന്നിനും കൊള്ളാത്തവൻ, വാലറ്റവനാണെന്നും ഒക്കെ പ്രചരിപ്പിക്കുകയും ചെയ്തപ്പോഴാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ആശ്വസിപ്പിച്ചത്. ഇന്നാ അഅതൈനാകൽ കൗസർ, താങ്കൾക്ക് നാം കൗസർ, അൽ കൗസർ, പരലോകത്ത് അൽ കൗസർ നൽകിയിട്ടുണ്ട്. ദുനിയാവിൽ താങ്കൾക്ക് അൽ കൗസർ നൽകിയിട്ടുണ്ട്. ഖൈറുൽ കസീർ, ധാരാളം നന്മകൾ അങ്ങേക്ക് നാം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഫസല്ലി ലിറബ്ബിക വൻഹർ, താങ്കൾക്ക് ഇതെല്ലാം നൽകിയ അള്ളാഹുവിന്റെ മുമ്പിൽ താങ്കൾ നമസ്കരിക്കുക, താങ്കൾ ബലിയർപ്പിക്കുക. താങ്കളുടെ ശത്രുക്കളാണ് വാലറ്റവർ എന്ന് അള്ളാഹു നബിയെ ആശ്വസിപ്പിക്കുന്നത് ഖുർആൻ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ മനസ്സിനെ കീറി മുറിക്കുന്ന വിമർശനങ്ങൾക്കിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ആശ്വസിപ്പിച്ചത് താങ്കൾ നമസ്കരിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ്. വസ്ബിർ അലാ മാ യഖൂലൂന സബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഗുറൂബിഹ. താങ്കളെ കുറിച്ച് ശത്രുക്കൾ പറയുന്നത് കേട്ട് താങ്കൾ വിഷമിക്കേണ്ടതില്ല. താങ്കൾ അവരുടെ വാക്കിൽ ക്ഷമിക്കുക, എന്നിട്ട് താങ്കൾ ദിക്റും ദുആയും ഒക്കെ ആയിട്ട് കഴിച്ചു കൂട്ടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ആശ്വസിപ്പിക്കുന്നത് സൂറത്ത് ത്വാഹയിൽ നമുക്ക് വായിക്കാൻ കിട്ടും. അപ്പോൾ ഇവിടെയൊക്കെ എല്ലാ വിഷമങ്ങളിലും ആരാധന, പ്രത്യേകിച്ച് നമസ്കാരം, സലഫുകൾ പറഞ്ഞത്, ആരെങ്കിലും അള്ളാഹുവിനോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവർ നമസ്കരിക്കട്ടെ.
ആരെങ്കിലും അള്ളാഹു സംസാരിക്കുന്നത് കേൾക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അള്ളാഹു തന്നോട് സംസാരിക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ അവര് ഖുർആൻ പാരായണം ചെയ്യട്ടെ. കാരണം ഖുർആൻ കലാമുല്ലാഹ്, അള്ളാന്റെ കലാമാണ്. നമസ്കാരമോ, അല ഇന്ന കുല്ലുക്കും മുനാജി റബ്ബഹു, നമസ്കാരം റബ്ബിനോടുള്ള സംഭാഷണമാണ്. അപ്പൊ നമ്മുടെ നീറുന്ന നിരവധി പ്രശ്നങ്ങൾ നമുക്ക് അള്ളാഹുവിനോട് പങ്കുവെക്കാനുള്ള, നമുക്ക് സമാധാനം നേടാനുള്ള ഒരു വഴി തന്നെയാണ് ശുദ്ധ നമസ്കാരം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു നമസ്കാരം നമ്മുടെ ഒരു സമാധാനവും സ്വസ്ഥതയും മനസ്സിന് റെസ്റ്റും കിട്ടുന്ന ഒന്നാക്കി മാറ്റാൻ നമുക്ക് എങ്ങനെ പറ്റും? അതാണ് നമ്മൾ ഇന്നത്തെ ഒരു ചർച്ച. അത് ആ മനസ്സിന് സമാധാനം ഉണ്ടാകുന്ന രീതിയിൽ ഭയഭക്തമായ ഒരു നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് സമാധാനം. നാളെ മരിച്ചു എന്നാൽ പരലോകത്ത് ആദ്യം ഹിസാബിന് വരുന്നത് നമസ്കാരമാണ്. അള്ളാഹുമായുള്ള നമ്മുടെ ആ ഒരു ബന്ധം നമസ്കാരത്തിലാണല്ലോ കുടികൊള്ളുന്നത്. അതുകൊണ്ട് ആ നമസ്കാരത്തെ കുറിച്ചാണ് അള്ളാഹു പരലോകത്ത് ആദ്യം ചോദിക്കുന്നത്. അപ്പോൾ എന്റെ സംസാരം കേൾക്കുന്നവർ പല അവസ്ഥയിലായിരിക്കും ഇപ്പൊ ഇരിക്കുന്നുണ്ടാവുക. വീട്ടിലായിരിക്കും, മക്കൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരിക്കും. അതിനൊക്കെ ഇടയിൽ നിങ്ങൾ ഞാൻ പറയുന്നതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മുടെ എല്ലാ തിരക്കുകൾക്കും ഇടയിൽ നമ്മൾ നമസ്കാരം നിർവഹിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നമ്മുടെ നിസ്കാരത്തെ നല്ലോണം ബാധിക്കും. കാരണം നമ്മൾ ഒരു കാര്യത്തിൽ ശ്രദ്ധിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് സ്വാഭാവികമായിട്ടും അതിലായിരിക്കും ഉണ്ടാവുക. കുറേ കാര്യങ്ങൾ നമ്മുടെ തലയിൽ ഉണ്ടാവുമ്പോൾ ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരുപാട് തിരക്കുകൾക്കിടയിൽ, ജോലികൾക്കിടയിൽ നമസ്കരിക്കാൻ പോകുമ്പോൾ നിസ്കാരത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ നിസ്കാരത്തെ നമുക്ക് ഭയഭക്തപൂരിതമാക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ സ്വീകരിക്കേണ്ട കുറെ കാര്യങ്ങളും ഒഴിവാക്കേണ്ട കുറെ കാര്യങ്ങളും പണ്ഡിതന്മാർ പലരും പല തരത്തിൽ ഇതിനൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അതില് ഒരു ഷേഖ് അദ്ദേഹം നമ്മുടെ മുന്നിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. ഖുർആനിലൊരു ആയത്തുണ്ട്, ഭയഭക്തി ഇല്ലാത്തവർക്ക് നമസ്കാരം ഒരു ഭാരമാണ്. അപ്പൊ നമ്മളൊക്കെ പറയാ നിസ്കരിച്ചിട്ടില്ല, നിസ്കാരം കഴിഞ്ഞാൽ ഒരു സുഖമാണ് എന്ന് പറയാം ആൾക്കാര്. നമസ്കാരത്തിൽ എനിക്ക് കൺകുളിർമ നൽകപ്പെട്ടിരിക്കുന്നു. നബിക്ക് നിസ്കരിക്കുമ്പോഴായിരുന്നു ഹാപ്പിനെസ്, നമുക്ക് നിസ്കാരം കഴിഞ്ഞിട്ടേ ഒരു ഹാപ്പിയാണ്. ബിലാൽ, ബിലാലെ ബാങ്ക് വിളിക്കൂ, ഞാനൊന്ന് നിസ്കാരം കൊണ്ട് ആശ്വാസം കൊള്ളട്ടെ എന്ന്. അപ്പൊ ഈ ആശ്വാസം നമുക്ക് എങ്ങനെ നേടാൻ കഴിയും? അതാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ, ഒരുപാട് തിരക്കുകൾക്കിടയിൽ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി കയറി ചെല്ലുമ്പോ നമുക്ക് സ്വാഭാവികമായിട്ടും നിസ്കാരത്തെ അതൊക്കെ ആ ചിന്തകളും ആ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്യും. അപ്പോ നിസ്കാരത്തിന് നമ്മൾ നോട്ട് ചെയ്യുന്ന ആളുകൾ നോട്ട് ചെയ്യുക. നിസ്കാരത്തിന് ഫസ്റ്റ് വേണ്ടത് ഇസ്തിഅദാദു ലിസ്സലാ, നമസ്കാരത്തിന് വേണ്ടി ഒരുങ്ങലാണ്. നമസ്കാരത്തിന് വേണ്ടി ഒരുങ്ങുക എന്ന് പറയുമ്പോൾ ബാങ്ക് വിളിക്കുന്ന തൊട്ട് മുതൽ തുടങ്ങണം. അപ്പൊ ബാങ്ക് വിളിക്കുമ്പോൾ ബാങ്കിയുടെ കൂടെ, മുഅദ്ദിനിന്റെ കൂടെ, ഇദാ സമിഅ്തുമുൻ നിദാ ഫഖൂലു മിസ്ല മാ യഖൂലുൽ മുഅദ്ദിൻ, നിങ്ങൾ ബാങ്ക് കൊടുക്കുന്നത് കേട്ടാൽ ബാങ്കി എന്താണോ പറയുന്നത് അതുപോലെ നിങ്ങൾ പറയണം. അപ്പൊ ബാങ്കിന് ജവാബ് കൊടുക്കുക, ബാങ്കിന് ശേഷം പ്രാർത്ഥിക്കുക. ബാങ്ക് കഴിഞ്ഞ ഉടനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡ്യൂട്ടി നിർത്തിവെക്കുക. കാരണം ബാങ്ക് എന്താണ്? നിസ്കാരത്തിനുള്ള സമയമായി എന്നുള്ള അറിയിപ്പാണ്. അല്ലെ? ഹയ്യ അല സ്വലാ, നമസ്കാരത്തിലേക്ക് വരൂ. ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരൂ. അപ്പൊ നിസ്കാരത്തിന് വെളിയാളമാണ് അതൊക്കെ. അപ്പൊ നിസ്കാരത്തിന്റെ ടൈം ആയിരിക്കുന്നു. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബാങ്ക് വെച്ചിരിക്കുന്നത്. ബാങ്ക് കേൾക്കാത്തൊരു നാട്ടിലാണെങ്കിൽ എത്ര ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ ഒരുപാട് പള്ളികളിൽ നിന്ന് നിരവധി ബാങ്കുകൾ കേൾക്കാൻ ഭാഗ്യം കിട്ടിയ ആൾക്കാർ നമ്മൾ. അതുകൊണ്ട് ബാങ്ക് കേട്ടാൽ പിന്നെ ഫസ്റ്റ് ആക്ടിവിറ്റി നിസ്കാരമാണ്. അപ്പൊ ബാങ്ക് കൊടുത്താൽ പിന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണികളൊക്കെ അവിടെ നിർത്തിവെക്കുക. കാരണം ആ പണി നമുക്ക് പിന്നെയും ചെയ്യാം. അല്ലെ? ഏറ്റവും നല്ല കർമ്മം ഏതാണ്? അസ്വലാത്തു ഫി അവ്വലി വക്തിഹ, നമസ്കാരം അതിന്റെ ആദ്യ സമയത്ത് നിർവഹിക്കലാണ്. ലഹറിനും അസറിനും ഇടക്ക് മരിച്ച ആൾക്കാരുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് നിസ്കരിക്കുക, കുറച്ച് കഴിഞ്ഞിട്ട് നിസ്കരിക്കുക, കുറച്ച് കഴിഞ്ഞിട്ട് നിസ്കരിക്കുക എന്ന് വിചാരിച്ച ആൾക്കാർക്ക് നിസ്കാരം മിസ്സായി പോയി. അതുകൊണ്ട് ഫസ്റ്റ് ടൈമിലാണ് എല്ലാം നമ്മൾ ചെയ്യേണ്ടത്. റമദാൻ കഴിഞ്ഞ് അടുത്ത മാസം തന്നെ നോമ്പ് നോറ്റു വീട്ടാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും ഹൈർ. അടുത്ത കൊല്ലം വരെ നമുക്ക് നിൽക്കാം, പക്ഷെ ഏറ്റവും ഫാസ്റ്റിൽ അത് തീർക്കലാണ് ഏറ്റവും ഹൈർ. ഇതുപോലെ നിസ്കാരം നമുക്ക് ലഹർ
ന്റെ സമയം എന്ന് പറഞ്ഞാൽ ളുഹർ മുതൽ അസർ വരെ നമുക്ക് സമയമുണ്ടെങ്കിലും ഫസ്റ്റ് ടൈം നമ്മൾ ചെയ്യാനാണ് ഏറ്റവും നല്ലത്. അപ്പോ ബാങ്ക് കൊടുത്തു കഴിയുമ്പോൾ, ബാങ്ക് കേൾക്കുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക, അതിന്റെ കൂടെ ജവാബ് കൊടുക്കുക. ബാങ്ക് കഴിഞ്ഞാൽ നമ്മൾ ബാങ്കിന് പിന്നെ ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥന ചൊല്ലുക. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഹല്ലത്ത് ലഹു ശഫാഅത്തി യൗമൽ ഖിയാമ, എന്റെ ശഫാഅത്ത് പരലോകത്ത് കിട്ടാൻ സഹായകമാകുന്ന കാര്യമാണ് ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥന ചൊല്ലുക എന്നുള്ളത്. പിന്നെ നമ്മൾ വേഗം ഫ്രഷായി വുദു എടുത്ത്, വുദുവിന്റെ മുമ്പ് ബിസ്മി ചൊല്ലി, വുദു വൃത്തിക്ക് ചെയ്ത്, വുദുവിന് ശേഷമുള്ള പ്രാർത്ഥന ചൊല്ലി, പിന്നെ ഏറ്റവും നല്ല നമസ്കാരത്തിനുള്ള ഒരുക്കം, ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച്, നമ്മുടെ മക്കളെ പള്ളിക്ക് വിടുകയാണെങ്കിൽ നല്ല വസ്ത്രങ്ങൾ, എഴുത്തുകുത്തുകളില്ലാത്ത മെസ്സി എന്ന് വെണ്ടക്ക നിരത്തിയ ടീഷർട്ടുകൾ ഇട്ട് കൊടുക്കാതെ നല്ല വൃത്തിയുള്ള, മറ്റുള്ളവരുടെ നിസ്കാരവും അവന്റെ നിസ്കാരവും പിന്നെ തട്ടിയെടുക്കാത്ത കോലത്തിലുള്ള നല്ല ഡ്രസ്സ് അണിയിപ്പിച്ച്, ബോയ്സ് ആണെങ്കിൽ അവർക്ക് അത്തറ് പൂശി അവരെ ഏറ്റവും നല്ല നിലക്ക് പള്ളിയിലേക്ക് പറഞ്ഞയക്കുക. നമ്മളും നിസ്കാരത്തിന് വേണ്ടി ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് നിസ്കാരത്തിന് നേരത്തെ തന്നെ ചെന്ന് പള്ളിയിൽ കയറുമ്പോഴുള്ള, നടക്കുമ്പോഴുള്ള പ്രാർത്ഥന, പള്ളിയിൽ കയറുമ്പോഴുള്ള പ്രാർത്ഥന, പള്ളിയിൽ കയറിയ തഹിയ്യത്ത്, പുരുഷന്മാരൊക്കെ ആണെങ്കിൽ അങ്ങനെയാണ് തഹിയ്യത്ത്, പിന്നെ ഒന്നാമത്തെ സഫിൽ പോയി നിൽക്കുക, നിസ്കാരം കാത്തിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുക. അങ്ങനെ ബാങ്ക് കൊടുത്താൽ പിന്നെ ഇഖാമത്ത് വരെ പ്രിപ്പറേഷൻ ഫോർ സ്വല, അതാണ് നമ്മുടെ മുമ്പിലുള്ളത്. നിസ്കാരത്തിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനാണ്. ആ പ്രിപ്പറേഷൻ നമ്മളുടെ മൈൻഡിനെ പൂർണ്ണമായിട്ട് നിസ്കാരത്തിലേക്ക് കൊണ്ടുവരും. ഇല്ലെങ്കിൽ നമ്മൾ കറി സ്റ്റൗവിൽ വെച്ചിട്ട് നിസ്കരിക്കാൻ പോയാൽ എങ്ങനെ ഉണ്ടാവും? അത് തിളച്ചു മറിയോ എന്ന് പേടി ഉണ്ടാവില്ലേ? കുക്കർ 2 വട്ടം കൂക്കണം, അല്ലെങ്കിൽ 3 വട്ടം വിസിലടിച്ചാൽ നമുക്കത് ഓഫ് ചെയ്യണം. അപ്പൊ 1 വട്ടം വിസിലടിച്ചിട്ട് നമ്മൾ നിസ്കരിക്കാൻ പോകണമെങ്കിൽ 2ാമത്തെ വിസിൽ 1ാമത്തെ റക്കഅത്തിലടിച്ചു, 3ാമത്തെ വിസിൽ 2ാമത്തെ റക്കഅത്തിലടിച്ചാൽ പിന്നെ അടുത്ത റക്കഅത്ത് അടുത്ത വിസിലോട് കൂടെ തീർക്കേണ്ടി വരും. അപ്പൊ അങ്ങനത്തെ ടാസ്കുകൾ, അൺഫിനിഷ്ഡ് ബിസിനസ് നമ്മുടെ മൈൻഡിന് കൊടുക്കരുത്. അതായത് ഒരു സാധനം തുടങ്ങി വെച്ചിട്ട് നമ്മള് ഇപ്പൊ ചോറ് കഴിച്ചുമ്പോ അല്ലെ, ചോറ് കഴിക്കാൻ ചോറൊക്കെ മേശപ്പുറത്ത് റെഡി ആയിട്ട് പിന്നെ അതിന്റെ സ്മെല്ലൊക്കെ അടിച്ച് നല്ല വിഷമം നമ്മൾ പറയുന്നുണ്ട്, അപ്പൊ നിസ്കരിക്കാൻ പോയതാണ്. എന്തുകൊണ്ടാ? അൺഫിനിഷ്ഡ് ബിസിനസ് ആയിട്ട് നമ്മുടെ മൈൻഡിൽ അത് ഉണ്ടാവും. അതുകൊണ്ടാണ്. അപ്പൊ നമ്മള് ബാങ്ക് മുതൽക്ക് ഈ ഒരുക്കങ്ങളിലായി കഴിഞ്ഞാൽ പിന്നെ എന്തായി? പിന്നെ നമ്മുടെ മൈൻഡ് മൊത്തം മറ്റു തിരക്കുകളിൽ നിന്നൊക്കെ മാറി പിന്നെ നിസ്കാരത്തിലേക്കായി. ഒരുപാട് സുന്നത്തുകൾ, ഒരുപാട് പ്രാർത്ഥനകൾ, ഒരുപാട് ഒരുക്കങ്ങൾ. അതാണ് നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. അങ്ങനെ നമ്മൾ ഒരുങ്ങി നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ, അപ്പൊ സ്ത്രീകൾക്കൊക്കെ ഒരു മുസല്ല ഉണ്ടാവും, അതിനകത്ത് ഒരു നിസ്കാര കുപ്പായം ഉണ്ടാവും. നിസ്കാരം കഴിഞ്ഞ് അതിനകത്ത് പൊതിഞ്ഞു വെക്കും. അടുത്ത നിസ്കാരത്തിന് ഇങ്ങോട്ട് പുറത്തെടുക്കുമ്പോ നിങ്ങളുടെ മൂക്കിന്റെ പവർ കൊണ്ടാണ് നിങ്ങൾ ബോധം കെട്ട് വീഴാത്തത്. വേറൊരാളാണെങ്കിൽ ചിലപ്പോ എന്തു സംഭവിക്കും? അപ്പൊ അത് ഇടയ്ക്കിടയ്ക്ക് അലക്കണം. അലക്കി നല്ല കഞ്ഞി മുക്കി നല്ല വൃത്തിക്ക് അയൺ ചെയ്ത് അങ്ങനെ കൊണ്ട് നടക്കേണ്ട സാധനമാണ് നമ്മുടെ നിസ്കാര കുപ്പായവും നമ്മുടെ മുസല്ലയും ഒക്കെ നല്ല വൃത്തിക്ക് നമ്മൾ കൊണ്ടു നടക്കണം. ഓക്കെ, അപ്പോഴേ നിസ്കരിക്കാൻ തന്നെ ഒരു മൂഡ്, ഈ ചീഞ്ഞളിഞ്ഞ സ്മെല്ലും അതൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ നിസ്കരിക്കാൻ ഒരു മൂഡ് ഉണ്ടാവില്ല അല്ലെ? ചില പള്ളികളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര വൃത്തിയായിരിക്കും, അവിടെ ഇങ്ങനെ ഊതിങ്ങനെ പുകയുന്നുണ്ടാവും. പ്രത്യേകിച്ച് വിദേശത്തെ പള്ളികളൊക്കെ ചെന്ന് കയറി ചെല്ലുമ്പോൾ ഭയങ്കര ഒരു നമുക്ക് തന്നെ ഒരു വല്ലാത്തൊരു ഫീലാണ് അവിടെയൊക്കെ. കാരണം പള്ളിയുടെ ആ ഒരു പിന്നെ വൃത്തിയും വെടിപ്പും നമുക്കൊരു നിസ്കാരത്തിന് ഭയങ്കര കംഫർട്ട് ആയിട്ട് തോന്നും. അപ്പൊ നമ്മളും തന്നെ പല്ലൊക്കെ തേച്ച് ഡ്രസ്സൊക്കെ നന്നാക്കി നല്ല നിലക്ക് ഒരുങ്ങുക. അതാണ് ഇസ്തിഅദാദു ലിസ്സലാ. അതിലെല്ലാം പെടും ട്ടോ. നല്ല ഡ്രസ്സ് ധരിക്കലും, ഔറത്ത് മറക്കലും, നിസ്കാരം നേരത്തെ ആക്കലും, സുന്നത്തുകൾ ചെയ്യലും, ജമാഅത്താണെങ്കിൽ സഫ് ശരിയാക്കലും എല്ലാം. ഓക്കെ, അങ്ങനെ നമ്മൾ സഫിൽ നിൽക്കുകയാണ് നിസ്കരിക്കാൻ വേണ്ടി. ഇപ്പൊ എല്ലാ തിരക്കുകളും മാറ്റി നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പൊ നമ്മുടെ 2ാമത്തെ കാര്യം അത്മഅനീനതു ഫിസ്സലാ. പിന്നെ നമ്മൾ നിസ്കാരം തുടങ്ങുകയാണ്. അപ്പൊ നിസ്കാരം തുടങ്ങുമ്പോൾ പാടില്ലാത്തൊരു സാധനമാണ് ബേജാറ്. നിസ്കരിക്കാൻ വേണ്ടി ഓടി വരുന്ന ആൾക്കാരുടെ പേരണോ, നിങ്ങൾ അലൈക്കും സക്കീന, നിങ്ങൾ സമാധാനത്തോടെ വന്നാൽ മതി, നിങ്ങൾ ഓടി വരരുത്. നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾ ഇമാമിന്റെ കൂടെ നിസ്കരിക്കുക, ബാക്കി നിങ്ങൾ ഒറ്റക്ക് നിസ്കരിച്ച് പൂർത്തിയാക്കുക എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 2ാമത്തെ കാര്യം അടക്കവും ഒതുക്കവുമാണ്. ഒരു കാര്യത്തിന് ടൈം ഉണ്ടാവുമല്ലോ. ഇപ്പൊ നമ്മളെ കുട്ടികൾ ഭക്ഷണത്തിന് തിരക്കൂട്ടുമ്പോൾ നമ്മൾ പറയും ഇതൊന്ന് വേവട്ടേന്ന്. എന്തൊരു തിരക്കാണ് അല്ലേ? ഇതുപോലെ ഏതൊരു സാധനം വെന്ത് കിട്ടാനുള്ള ടൈം ഉണ്ടാവും. ഇതുപോലെ നിസ്കാരത്തിനൊരു ടൈം നമ്മൾ അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ടൈം നിസ്കാരത്തിനുള്ളതാണ്. അത് നിസ്കാരത്തിന് ടൈം നമ്മൾ ഒരിക്കലും എടുക്കരുത്. നിസ്കാരം വേഗത്തിലാക്കിയിട്ട് ആ ടൈമും കൂടെ മറ്റു കാര്യത്തിന്, അങ്ങനെയല്ല. നിസ്കാരത്തിനുള്ള ടൈം നമ്മൾ നിസ്കാരത്തിന് തന്നെ കൊടുക്കണം.
അപ്പൊ ത്വമഇനീനത്ത് എന്ന് പറഞ്ഞാൽ അടക്കവും ഒതുക്കവുമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അടക്കത്തോടെ നിസ്കരിച്ചിരുന്നത്. അതായത് കൈകെട്ടിയാൽ അങ്ങനെ നിന്ന് സാവകാശം ഓതി റുക്കുഇലേക്ക് പോയാൽ ആ അവസ്ഥയിൽ തന്നെ നിന്ന് പ്രാർത്ഥിച്ച് എണീറ്റ് ഇഅ്തിദാലിൽ നിന്നാൽ കുറച്ചു നേരം ശാന്തമായി നിന്ന്, അതായത് ഒരു പൊസിഷനിൽ ആ എല്ലുകളും അവയവങ്ങളും അങ്ങനെ കുറച്ചു നേരം നിൽക്കാനുള്ള ടൈം റസൂൽ അലോട്ട് ചെയ്യുമായിരുന്നു. അതിനാണ് ത്വമഇനീനത്ത് എന്ന് പറയാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഏറ്റവും മോശപ്പെട്ട മോഷ്ടാവ് അതാരാണ്? നിസ്കാരത്ത് മോഷ്ടിക്കണവനാണ്. നമ്മൾ സുജൂദ് പോകുമ്പോൾ നമ്മൾ മൊബൈൽ എടുത്ത് കൊണ്ടുപോകണവനല്ല, മറിച്ച് ആരാണ്? നിസ്കാരത്ത് റുക്കോഴും സുജൂദും ഇൻകംപ്ലീറ്റ് ആയ പൂർത്തിയാകാത്ത ആൾക്കാർ, കോഴി കൊത്തുന്ന പോലെ കൊത്തുക, കാക്ക രക്തം കൊത്തുന്ന പോലെ, അങ്ങനെ പല എക്സാമ്പിൾസ് റസൂൽ പറയണത്. അങ്ങനെ ധൃതി പിടിച്ച് നമ്മൾ നിസ്കരിക്കരുത് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ധൃതി പിടിച്ച് നിസ്കരിച്ച ഒരാളോട് നബി 3 വട്ടം അല്ലെ ആവർത്തിച്ച് പോയി നിസ്കരിച്ച് നിസ്കരിച്ചിട്ടില്ല. അതായത് തിരക്ക് പിടിച്ച് നിസ്കരിച്ച ആളോട് നബി എന്താ പറഞ്ഞ്? ഇർജിഅ് ഫസല്ലി ഫഇന്നക ലം തുസല്ലി. നിസ്കരിച്ചിട്ടില്ല, നീ നിസ്കരിച്ചിട്ടില്ല, പോയി നിസ്കരിക്കുന്ന പറഞ്ഞു. അപ്പോ അടക്കവും ഒതുക്കവും വേണം. തിരക്ക് നിസ്കാരത്തിന് പറ്റില്ല. അതിനുള്ള സമയം നമ്മൾ അലോട്ട് ചെയ്യുക. അതാണ് രണ്ടാമത്തത്. അപ്പൊ കുറിച്ച് വെക്കുന്ന ആൾക്കാർ കുറിച്ച് വെക്കുക കേട്ടോ. ഇത് ഒരാൾക്ക് ലാസ്റ്റ് ഇത് ടൈപ്പ് ചെയ്തിട്ട് നമ്മളെ ഈ ടൈപ്പിംഗ് ഇതിലിട്ട് ഇടാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലതാണ്. പക്ഷെ എഴുതിയിരിക്കുന്ന ആൾക്കാർ എഴുതിയിരിക്കുന്ന ആൾക്കാർ നിർത്താൻ വേണ്ടിയല്ല അത് പറയണത്. ഇതിലിട്ടാൽ ഈ ലിങ്ക് ക്ലോസ് ആകുന്നതോടുകൂടെ അത് പോകും. അപ്പോ ജസ്റ്റ് അങ്ങനെ ഇട്ടാൽ നല്ലതാണെന്ന് പറയാം. മൂന്നാമത്തെ കാര്യം തദക്കുരിൽ മൗത്ത് ഫി സ്വലാ, നിസ്കാരത്തിൽ മരണത്തെക്കുറിച്ച് ഓർക്കുക. അതായത് പഠിച്ചോനെ ഞാൻ മരിച്ചാൽ പിന്നെ ആരായിരിക്കും, എന്തായിരിക്കും, വീടൊക്കെ ആരെ തുടക്കുക, ആരെ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുക, എന്റെ ഭർത്താവ് വേറെ പെണ്ണിട്ടോ, എന്റെ മക്കൾ ആരെ നോക്കുക, എന്റെ ഉമ്മച്ചി മരിച്ചപ്പോ ഞാൻ സ്കൂളിലായിരുന്നു, അങ്ങനെ ഓട്ടോ വന്നിട്ട് എന്നെ കൊണ്ടുപോയി, നമുക്ക് സുഖമില്ലാന്ന് പറഞ്ഞിട്ട് അങ്ങനെ 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 പോകുമ്പോത്തിന് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി സലാം പൊട്ടും. അതാണോ ചിന്തിക്കേണ്ടത്? അല്ല, മറിച്ച് എന്താണ് ചിന്തിക്കേണ്ടത്? ഇതെന്റെ അവസാനത്തെ നിസ്കാരമായിരിക്കാം, അതാണ് ചിന്തിക്കേണ്ടത്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരാൾ നിസ്കാരത്തിൽ തന്റെ മരണത്തെക്കുറിച്ച് ഓർക്കലാണ് നിസ്കാരം നന്നാവാൻ ഏറ്റവും നല്ലത്. അപ്പൊ എങ്ങനെയാണത്? ഒരാൾ നിസ്കരിക്കുന്നു. എങ്ങനെ നിസ്കരിക്കുന്നു? ഈ നിസ്കാരം എന്റെ ലാസ്റ്റ് നിസ്കാരമായിരിക്കാം എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഒരാൾ നിസ്കരിക്കുമ്പോ അങ്ങനെയാണ്. അപ്പൊ ഒരാളുടെ നിസ്കാരം നന്നാവും. അല്ലെ? ഇപ്പൊ ഒരാളെ ഉദാഹരണം പറഞ്ഞ ഒരാളെ കൊലക്കയറിൽ കയറ്റാൻ പോവാണ്, കൊല്ലാൻ പോവാണ്. അപ്പൊ അയാളോട് ചോദിക്കുകയാണ് നിങ്ങൾ ലാസ്റ്റ് അംബീഷൻ എന്താണ്, ആഗ്രഹം എന്താണ് ചോദിക്കുമ്പോൾ പറയും എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണം. അപ്പൊ നിസ്കരിക്കണം 2 റക്അത്തില്ല, അയാൾക്ക് ഉറപ്പാണ് ഇത് എന്റെ ലൈഫിലെ അവസാനത്തെ നിസ്കാരമാണ്. അപ്പൊ അയാൾ നിസ്കരിക്കുന്നത് എങ്ങനെയാണോ അങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസിൽ പിന്നെ നമുക്ക് ഈ ഒരു ആശയം കാണാൻ സാധിക്കും. നബി പിന്നെ അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു കൊടുത്ത വസിയ്യത്തിൽ കാണാം, നീ നിസ്കരിക്കാൻ വേണ്ടി നിന്നാൽ ഒരു വിടവാങ്ങൽ നിസ്കാരം പോലെ, ഭൂമിയിൽ നിന്ന് വിടവാങ്ങുന്ന ഒരാളുടെ നിസ്കാരം പോലെ നീ നിസ്കരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ നമ്മള് പിന്നെ നിസ്കാരത്തിൽ നമ്മുടെ മരണം ഇത് ലാസ്റ്റ് നിസ്കാരമായിരിക്കാം എന്ന് ചിന്തിക്കുക. അതാണ് മൂന്നാമത്തെ കാര്യം. അപ്പൊ അതായത് ത്വമഇനീനത്ത്, മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ. നാലാമത്തെ കാര്യം ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. എന്തിനാ ഖുർആൻ പഠിക്കണത്, എന്തിനാ പ്രാർത്ഥന പഠിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിവ് നേടാൻ വേണ്ടി മാത്രമല്ല, അമല് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ നിസ്കാരത്തിൽ നമുക്ക് ഖുശൂ കിട്ടാൻ കൂടെയാണ് നമ്മൾ തഫ്സീർ ക്ലാസ്സുകളൊക്കെ പങ്കെടുക്കുന്നത്. ഇപ്പൊ തദബ്ബുരിൽ ആയാത്തിൽ മഖ്റൂഅ, ഓതിക്കൊണ്ടിരിക്കുന്ന ആയത്തുകളുടെ പ്രാർത്ഥനകളുടെ പ്രവർത്തനങ്ങളുടെ മഹത്വവും അതിന്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, കൈകെട്ടി അല്ലാഹു അക്ബർ. ഇപ്പൊ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു ആണ് ഏറ്റവും വലിയവൻ, മറ്റേതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്റെ റബ്ബാണ്. അങ്ങനെ പടച്ചവന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരുത്തന് വഖാറുണ്ടാവും, ഞാൻ അള്ളാഹുമായിട്ട് സംസാരിക്കാൻ പോവാണ്, അല്ലെ? ഒരു വഖാറുണ്ടാവും. എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ കമാ ബഅദ്ത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്. കിഴക്കും പടിഞ്ഞാറും തമ്മിൽ എത്ര അന്തരമുണ്ടോ, എത്ര ഡിസ്റ്റൻസ് ഉണ്ടോ, അത്ര അകലത്ത് എന്നെയും എന്റെ പിന്നെ കർമ്മങ്ങളെയും എന്റെ പാപങ്ങളെയും നീ അകറ്റണമേ. അപ്പൊ ആ പ്രാർത്ഥന ചൊല്ലുന്ന ഒരാള്, എന്റെ പാപങ്ങളിൽ നിന്നെ നീ കഴുകിക്കളയണമേ, വെള്ള വസ്ത്രം അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാക്കുന്ന പോലെ നീ എന്നെ മഞ്ഞുകൊണ്ടും ഹിമം കൊണ്ടും പിന്നെ ശുദ്ധജലം കൊണ്ടും എന്നെ കഴുകി വൃത്തിയാക്കണമേ എന്ന് ചൊല്ലുമ്പോ നമുക്ക് വല്ലാത്തൊരു ഫീൽ ഉണ്ടാവും. അത് കഴിഞ്ഞ് നമ്മൾ ഫാത്തിഹയിലേക്ക് കയറുവാണ്. ഫാത്തിഹയിലേക്ക് നമ്മൾ കയറുമ്പോൾ ഫാത്തിഹയുടെ അർത്ഥവും അതിന്റെ തേട്ടവും അതിന്റെ ആശയവും മനസ്സിലേക്ക് കൊണ്ടുവന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ,
സർവസ്തുതിയും ലോകരുടെ രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു. റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്ത എല്ലാറ്റിനെയും സൃഷ്ടിച്ചവൻ എന്നാണ്. അള്ളാഹു അല്ലാത്ത എല്ലാറ്റിനെയും സൃഷ്ടിച്ചവനാണ് റബ്ബുൽ ആലമീൻ. അതുകൊണ്ട് തന്നെ ആ റബ്ബിനാകുന്നു സർവസ്തുതിയും. അൽഹംദ് എന്ന് പറഞ്ഞാൽ ആലിഫും ലാമും ഹസ്റിന് വേണ്ടിയാണ്. അതായത് പൂർണ്ണ പിന്നെ എല്ലാ സ്തുതിയും അർഹിക്കുന്നവൻ അല്ല മാത്രമാണ് എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. പിന്നെ ഹംദ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയവനാണ് അള്ളാഹു. എല്ലാറ്റിന്റെയും പൂർണ്ണത അള്ളാന്റെ സമഇന്, ബസറിന്, പിന്നെ ഖുദറത്തിന്, എല്ലാറ്റിനും എല്ലാം സമ്പൂർണമാണ്. ആ സമ്പൂർണതയെ സമ്മതിച്ചുകൊണ്ടാണ് അൽഹംദുലില്ലാഹ്, എല്ലാം സമ്പൂർണമായവനെ നിനക്കാകുന്ന സർവസ്തുതിയും. അപ്പൊ ഒരു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ എല്ലാ ചിന്തകളും അള്ള തന്ന അനുഗ്രഹങ്ങളും എല്ലാം വെച്ചുകൊണ്ട് തൃപ്തിയോടെ സ്നേഹത്തോടെ നമ്മൾ പറയണം. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ജവാബ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഓരോന്നും അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹു, നിന്നെ മാത്രമേ ഞാൻ ആരാധിക്കൂ, നിന്നോട് മാത്രമേ ഞാൻ സഹായം തേടൂ. തൗഹീദ് നമ്മൾ അവിടെ ഊട്ടി ഉറപ്പിക്കുകയാണ്, അല്ലെ? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. അള്ളാഹുവെ, നേരായ വഴിയിൽ നീ എന്നെ ചേർക്കണമേ. ബ്ലോഗർമാരുടെ വഴിയല്ല, സിനിമാ നടന്മാരുടെ വഴിയല്ല, കുതിര അഴിച്ചെടുക്കുന്ന ആൾക്കാരുടെ വഴിയല്ല, മറിച്ച് അള്ളാഹുവെ നിന്റെ പ്രവാചകന്മാരുടെ, സിദ്ദീഖുടെ, ശുഹദാക്കളുടെ, സ്വാലിഹീങ്ങളുടെ വഴി. ഇതാണ് സിറാത്തുൽ മുസ്തഖീം. അതിൽ എന്നെ നീ ചേർക്കണമേ. വഴികേടിന്റെ വക്താക്കളിൽ നീ എന്നെ ചേർക്കല്ലേ, നിന്റെ കോപത്തിനിരയായ വഴികെട്ടവരുടെ കൂട്ടത്തിൽ നീ എന്നെ ചേർക്കല്ലേ എന്നാണ് നമ്മൾ ഫാത്തിഹയിൽ പറയുന്നത്. അപ്പൊ അള്ളാഹിനെ ആദ്യം പുകഴ്ത്തി, പിന്നെ നമ്മളും പഠിച്ചവനും തമ്മിലുള്ള കരാർ ഉറപ്പിച്ച്, പിന്നെ അള്ളാഹിനോട് നമ്മൾ സഹായം തേടാൻ. ഇതാണ് ഫാത്തിഹ. പിന്നെ നമ്മൾ നിസ്കാരത്തിൽ ഓതുന്ന സൂറത്തുകൾ, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. പുലരിയുടെ രക്ഷിതാവ് ഫാലിഖാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇരുട്ടിൽ നിന്ന് പ്രകാശത്തെ പുറത്തു കൊണ്ടുവന്നവനാണ് പടച്ച റബ്ബ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പുലരിയെ ഉണ്ടാക്കിയ പടച്ചോൻ ഫലഖ്. അതുപോലെ തന്നെ ഫാലിഖുൽ ഹബ്ബി വന്നവ, വിത്തിനെ ധാന്യത്തേക്ക് മുളപ്പിച്ചവനാണ് പടച്ച റബ്ബ്. അള്ളാഹിന്റെ ആ ഒരു വിശേഷണം എടുത്തിട്ട് നമ്മൾ അള്ളാഹിന്റെ രക്ഷ തേടുകയാണ്. എന്തെന്ന്? മിൻ ശർരി മാ ഖലഖ്, നീ സൃഷ്ടിച്ച എല്ലാറ്റിനും ഷെറുണ്ട് ഖൈറുണ്ട്. എല്ലാത്തിനും, മക്കളിൽ ഷെറുണ്ട് ഖൈറുണ്ട്, ഇണകളിൽ ഷെറുണ്ട് ഖൈറുണ്ട്, സമ്പത്തിൽ ഷെറുണ്ട് ഖൈറുണ്ട്, എല്ലാ കാര്യത്തിലും ഷെറു ഖൈറുണ്ട്. അപ്പൊ എല്ലാറ്റിന്റെയും ഷെറിൽ നിന്ന് നമ്മൾ രക്ഷ ചോദിക്കുകയാണ്. മിൻ ശർരി മാ ഖലഖ്, നീ സൃഷ്ടിച്ച എല്ലാറ്റിന്റെയും ഷെറിൽ നിന്ന് എന്നോട് രക്ഷ ചോദിക്കുന്നു. പിന്നീട് നമുക്ക് ഗോപ്യമായിട്ടുള്ള, പ്രത്യക്ഷത്തിൽ നാം അറിയാതെ നമ്മൾ പെട്ടുപോകുന്ന, ഗോപ്യമായി കിടക്കുന്ന, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗോപ്യമായി കിടക്കുന്ന 3 വിപത്തിൽ നിന്ന് നമ്മൾ അള്ളാഹിനോട് രക്ഷ തേടണം, അല്ലെ? മിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്, രാത്രി ഇരുട്ടായാൽ ഉണ്ടാകുന്ന കെടുതി, ജന്തുക്കള്, കള്ളന്മാര്, ഒരുപാട് അറ്റാക്ക് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് രാത്രി. അപ്പൊ അതിന്റെ കെടുതിയിൽ നിന്ന്, അത് ഹിഡനാണ്, നമുക്കറിയില്ല, അല്ലെ? വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ്, കെട്ടുകളിൽ ഊതുന്ന മന്ത്രവാദികളായിട്ടുള്ള, സാഹിറാത്തുകളായിട്ടുള്ള, അങ്ങേയറ്റം ഈ പ്രവർത്തനങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന, ആഭിചാര വൃത്തി നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ ഉപദ്രവത്തിൽ നിന്ന്. വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, നമുക്ക് നൽകപ്പെട്ടത് നശിച്ചു പോകണമെന്നും നമ്മൾ പരാജയപ്പെടണമെന്നും ആഗ്രഹിച്ചുകൊണ്ട് നമ്മിലേക്ക് ദുഷ്കണ്ണുകൾ പായിക്കുന്ന ആളുകൾ, അവരാണ് ഹാസിദ്, അല്ലെ? അസൂയാലുക്കൾ. അവരുടെ എല്ലാ അസൂയയുടെ ഷർറിൽ നിന്ന്, അവർ അസൂയപ്പെടുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ഷർറിൽ നിന്ന്, ഇത് ഭയങ്കര പ്രയാസമാണ്. അത് നമുക്ക് നാശങ്ങൾ ഉണ്ടാക്കും, തകർച്ചകൾ ഉണ്ടാക്കും, മരണം വരെ ഉണ്ടാക്കും. പണ്ഡിതന്മാർ പറയുന്ന ഇമാം ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നത്, മരണം വരെ സംഭവിക്കാം, മെഷീനറികൾ അത് പിടിച്ചു വെക്കാം, അപകടങ്ങൾ സംഭവിക്കാം, ഇതിനൊക്കെ അസൂയ കാരണമാകുമെന്ന് പറയുന്നുണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പോൾ ഒരു ഗോപ്യമായ ഒരു വഴിയിൽ നിന്നാണ് അതൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് അതിൽ നിന്നൊക്കെ നമ്മൾ രക്ഷ തേടണം. അപ്പൊ ഈ സൂറത്ത് നമ്മൾ നിസ്കാരത്തിൽ ഓതുമ്പോ ഇതൊരു പ്രാർത്ഥനയാണ്, ഇസ്തിആദത്താണ്. ഇന്ന കാര്യങ്ങളാണ് ഞാൻ പടച്ചവനോട് ചോദിക്കുന്നത്, അല്ലെ? നിസ്കാരത്തെ ഇങ്ങനെ പറയാം, ഇന്നലിൽ മുത്തഖീന മഫാസ ഹദായിഖ വഅഅനാബൻ
وكواعب أترابا وكأسا دهاقا لا يسمعون فيها لغوا ولا كذابا جزاء من ربك عطاء حسابا. മുത്തഖികൾ അവർ വിജയിച്ചവരാണ്, അവർക്ക് സ്വർഗമുണ്ട്. സ്വർഗത്തിന്റെ പ്രത്യേകത എന്താണ്? ആ പ്രത്യേകതകൾ എണ്ണി എണ്ണി ഇങ്ങനെ പറയണം. ഇപ്പൊ നമ്മുടെ മനസ്സിൽ ഓർമ്മ വേണം. നമ്മൾ കൊട്ടാവിട്ടാണ്ട് പഠിച്ചവനെ ഇനിയിപ്പോ എന്താ ഉച്ചക്ക് കൂട്ടാൻ വെക്കുക, മീൻകാരൻ വന്നിട്ടില്ലല്ലോ, ഇതൊക്കെ ആലോചിച്ച് നിസ്കരിച്ച എത്ര വിഡ്ഢിയാണ് അയാള്. അതുകൊണ്ട് നമ്മൾ അർത്ഥം മനസ്സിലാക്കുക. ഓതുന്ന ആയത്തുകളുടെ, പ്രാർത്ഥനകളുടെ സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി. നമുക്ക് ഏറ്റവും വാല്യബിൾ ആണ് നമ്മുടെ ഫേസ് അല്ലെ. എവിടെ പോകുമ്പോൾ നമ്മൾ ഫേസ് ഒന്ന് ഇങ്ങനെ തൊട്ട് മിനുക്കി മുടിയൊക്കെ ഒന്ന് ഇങ്ങനെ റെഡിയാക്കി ഷറകിട്ട് പോകും. അത്രയും വാല്യബിൾ ആണ് നമ്മുടെ ഫേസ്. ഈ ഫേസ് നിലത്ത് കുത്തി വെച്ചിട്ട് നമ്മൾ അള്ളാഹിനോട് പറയണം സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി. അല്ലാഹുവേ, നീ എത്രയോ മഹാപരിശുദ്ധനാണ്, നിനക്കാകുന്ന എല്ലാ സ്തുതിയും, നീ എന്റെ പാപങ്ങൾ പുറത്തു തരണേ. അപ്പൊ എല്ലാ പ്രാർത്ഥനന്റെ അർത്ഥം പഠിക്കണം. എഴുതിച്ചോളി. എല്ലാ നിസ്കാരത്തിൽ എല്ലാ പ്രാർത്ഥനന്റെ അർത്ഥം പഠിക്കണം. പിന്നെ അർത്ഥം നമ്മൾ ചെറിയ ചെറിയ നിസ്കാരത്തിൽ ഓതുന്ന ഫാത്തിഹ ചെറിയ ചെറിയ അധ്യായങ്ങളുടെ അർത്ഥം പഠിക്കണം. അതിനെന്താ സൊല്യൂഷൻ? എന്താ സൊല്യൂഷൻ എന്ന് കണ്ടെത്തി പഠിക്കണം. എല്ലാം ഇങ്ങനെ ക്യാപ്സുലായിട്ട് തരാൻ പറ്റില്ല. കണ്ടെത്തി നമ്മൾ പഠിക്കണം. അമാനുവേൽ തഫ്സീർ വായിക്കുക, എന്തെങ്കിലും വഴി ഉപയോഗിച്ചിട്ട് നമ്മളത് പഠിക്കണം. അപ്പൊ നാലാമത്തെ പോയിന്റ് എന്താണ്? നിസ്കാരത്തിൽ ഓതുന്ന പ്രാർത്ഥനകൾ, ഖുർആനായത്തുകൾ. നിസ്കാരത്തിൽ എന്തേ ഉള്ളൂ? പ്രാർത്ഥനയും ദിക്റും ഖുർആനും ഒത്തുമൊക്കെയാണ് ഉള്ളത്. അപ്പൊ അതിന്റെയൊക്കെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും നിസ്കാരത്തിന് ഖുശൂ കിട്ടാനുള്ള പ്രധാനപ്പെട്ട ഒരു റീസൺ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. നോക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ ഓതുമ്പോഴേ ചട്ടി തിളക്കണ പോലെ ഇങ്ങനെ ശബ്ദം കേൾക്കുമായിരുന്നു. നബി നിസ്കാരത്തിൽ ഖുർആൻ ഓതുമ്പോൾ, അതായത് ആയത്തുകൾ ഇങ്ങനെ കേട്ടിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കരയുമായിരുന്നു, സ്വഹാബത്ത് കരയുമായിരുന്നു. അതെന്തുകൊണ്ടാണ്? അവർക്ക് അതിന്റെ ആശയം മനസ്സിലായതുകൊണ്ടാണ്. ഓക്കെ, അഞ്ചാമത്തെ കാര്യം, ഖുർആനിന്റെ ആയത്തുകളായിട്ട് ഓതുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് ഓതിയത്. തിരക്ക് പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്? ഓതരുത്. ധൃതി പിടിച്ചിട്ട് സ്പീഡിൽ ഓതുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. അല്ലെ, കുറെയൊക്കെ അവ്യക്തമായിരിക്കും, കുറെയൊക്കെ അപൂർണമായിരിക്കും. ഫാത്തിഹ നിർബന്ധമാണ് നിസ്കാരത്തില്. അതുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹയ്ക്ക് അൽ വാഫിയ അൽ ഖാഫിയ എന്നൊക്കെ പേരുണ്ട്. അൽ ഖാഫിയ എന്ന് പറഞ്ഞാൽ എന്താണ്? നിസ്കാരത്തിൽ ഫാത്തിഹ ഓതിയാൽ മതി, സൂറത്ത് ഓതിയില്ലേലും പ്രശ്നമല്ല, റക്അത്ത് കിട്ടും. പക്ഷെ സൂറത്ത് ഓതി ഫാത്തിഹ ഓതിയില്ലെങ്കിലും റക്അത്ത് കിട്ടൂല. അതുകൊണ്ടാണ് ഖാഫിയ എന്ന് പറഞ്ഞത്. വാഫിയ എന്ന് പറഞ്ഞാൽ എന്താ? വേറെ സൂറത്തൊക്കെ നമുക്ക് അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ എടുത്ത് ഓതാം. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ അവിടുന്ന് ഓതാം. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് അവിടുന്ന് ഓതാം. പക്ഷെ ഫാത്തിഹ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ അങ്ങനെ ഓതാൻ പറ്റില്ല. ഫാത്തിഹ ആദ്യം മുതൽ അവസാനം വരെ ഓതണം. അതുകൊണ്ടാണ് വാഫിയ എന്ന് പേര് വന്നിട്ടുള്ളത്. അപ്പൊ ഖുർആൻ നിസ്കാരത്തിൽ ഓതുമ്പോൾ നമ്മൾ അത് തദബ്ബുറിന്, അത് മനസ്സിലാക്കി അതിനെക്കുറിച്ച് ചിന്തിച്ച് ശരിക്കും അവധാനതയോടെ, വറത്തിലിൽ ഖുർആന തർത്തീല. ഖുർആൻ നബിയോട് ഒരു ഭാഗം ചെറിയ പോർഷൻ ഓതാൻ വേണ്ടി പറഞ്ഞു. താങ്കൾ തർത്തീലോടുകൂടെ ഖുർആൻ ഓതണം. മനസ്സിലായി? തർത്തീലോടുകൂടെ ഖുർആൻ ഓതണം. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ഓതിയിരുന്നത്? സ്വഹാബത്ത് പറയണം, ആയത്തുകളാക്കി ഇങ്ങനെ റസൂൽ ഓതുമായിരുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. അങ്ങനെ ആയത്തുകളായി ഓതുക എന്നുള്ളതാണ്. അപ്പോ 5 പോയിന്റുകൾ നമ്മൾ പറഞ്ഞു. അറിയിക്ക് തന്നെ നോക്കിക്കുമ്പോ കണ്ണിന് ചെറിയ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ഇടയ്ക്കൊരു ബ്രേക്ക് പറയുന്നത്. ഓക്കെ, ആറാമത്തത് തർത്തീലുൽ ഖിറാഅ വതഹ്സീനു സൗതി ബിഹാ. തർത്തീലുൽ ഖിറാഅ എന്ന ഖുർആൻ പാരായണം അതിന്റെ നിയമങ്ങൾ പാലിച്ച് മനോഹരമായിട്ട് ഓതുക. അപ്പൊ അവിടെ ആളുകൾ പറയും, എനിക്ക് അങ്ങനെ ഓതാൻ അറിയില്ല, ഞാൻ അങ്ങനെ പാട്ടൊന്നും പാടൂല ഒക്കെ. ഇവിടെ പാട്ട് പാടുവോ സംഗീതം പഠിച്ചോ എന്നൊരു വിഷയമല്ല. അള്ളാന്റെ ഖുർആൻ അതിനോട് ഇഷ്ടമുണ്ടെങ്കിൽ, അത് പഠിക്കുന്നുണ്ടെങ്കിൽ, അത് നന്നായിട്ട് പാരായണം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പഠിക്കാൻ പറ്റും. കാരണം ഇത് റഹ്മത്തുല്ലിൽ ആലമീനാണ്. ഇത് അള്ളാഹു സുബ്ഹാനഹു വതആല ഹുദൽ ലിന്നാസ്, ജനങ്ങൾക്ക് ഗൈഡൻസ് ആയിട്ട് തന്നതാണ്. അതുകൊണ്ട് ഇന്ത്യയിലും ആഫ്രിക്കയിലും അമേരിക്കയിലും എവിടൊക്കെ ആൾക്കാരുണ്ടോ അവർക്കൊക്കെ പഠിക്കാനുള്ളതാണ് ഈ ഖുർആൻ.
അപ്പൊ നമ്മൾ പഠിക്കാൻ ശ്രമിച്ചാൽ നന്നായിട്ട് നമുക്ക് ഓതാൻ കഴിയും. അപ്പോ തജ്വീദ് പാലിച്ച് നമ്മൾ ഓതുക എന്നുള്ളതാണ്. ഖുൽ റബ്ബിനാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിലിന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ്. അങ്ങനെ ഓതുമ്പോൾ അതിനൊരു ഇമ്പമില്ലാത്തൊരവസ്ഥ ഉണ്ട്. വായനയല്ല, ഓത്താണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സയ്യിനുൽ ഖുർആന ബി അസ്വാതികും, നിങ്ങൾ നിങ്ങളുടെ ശബ്ദം കൊണ്ട് ഖുർആനെ മനോഹരമാക്കണം. എന്റെ അർത്ഥം പാട്ട് പാടുക എന്നുള്ളതല്ല, മറിച്ച് ഖുർആൻ ഓതാൻ അതിൻ്റെതായ നിയമങ്ങളുണ്ട്. വളരെ എളുപ്പമാണ്. അറബി അക്ഷരമാലയിലെ 28 അക്ഷരങ്ങളും കറക്റ്റ് ഉച്ചരിക്കുക. ഹ ഇനെ ഹ ഉച്ചരിക്കുക. ഓ അല്ലെ, അലിഫ് ബ ത ത ജീം ഹ ഓ ദാൽ ദാൽ റോ സ സീൻ ലെ ഷീൻ. അങ്ങനെ ഓരോ അക്ഷരവും നമ്മൾ കറക്റ്റ് ഉച്ചരിക്കുക എന്നുള്ളതാണ്. ഓക്കെ. രണ്ടാമത്തത്, ഓരോ സ്ഥലത്ത് ചിലപ്പോൾ മണിക്കാണ്ടാവും, ചിലടത്ത് മണിക്കേണ്ടി വരില്ല, വ്യക്തമായിട്ട് ഓതേണ്ടി വരും. അവിടെ അങ്ങനെ ഓതുക. നൂന് സാക്കിന, തൻവീന്, മീമ സാക്കിന, അങ്ങനെ കുറെ നിയമങ്ങൾ, നിർത്തുമ്പോഴുള്ള നിയമങ്ങൾ, നീട്ടുമ്പോഴുള്ള നിയമങ്ങൾ, അതൊക്കെ വളരെ സിമ്പിളായ ഒരു സാധനമാണ്. ഭയങ്കര കോംപ്ലിക്കേഷൻ ആയിട്ട് ചില ആൾക്കാരൊക്കെ അവതരിപ്പിക്കലുണ്ട്. ഭയങ്കര ആർക്കും പഠിക്കാൻ പറ്റും. കാരണം ഖുർആൻ എളുപ്പമാണെങ്കിൽ ഖുർആന്റെ പാരായണ നിയമം എളുപ്പമാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് അത് നമ്മൾ പഠിക്കുക. പിന്നെ നമുക്ക് കേട്ട് പഠിക്കാം. ഖുർആനില് യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ നല്ല ഖിറാത്തുകൾ ഉണ്ടാവും. അത് നമ്മൾ കേട്ട് പഠിക്കുക. ഫാത്തിഹൊക്കെ നന്നായിട്ട് ശരിക്കും പഠിക്കണം. നമ്മുടെ കുട്ടികളെയും ശരിക്കും പഠിപ്പിക്കണം. ഓക്കെ. എന്നിട്ട് നല്ല അവധാനതയോടെ നിസ്കാരത്തിൽ ഓതുക. നിയമങ്ങൾ പാലിച്ച് നന്നായിട്ട് വൃത്തിക്കോതുക. സ്വഹാബത്ത് പറ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തു തീൻ നമസ്കാരത്തിൽ പാരായണം ചെയ്തു. അത്ര മനോഹരമായ ഒരു പാരായണം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല എന്നാണ്. അപ്പൊ രീതി ഉണ്ടാവുക എന്നതിലപ്പുറത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു ഓത്ത് കേട്ടാൽ നമുക്കൊരു ഈമാനികമായിട്ടുള്ളൊരു ഇതുണ്ടാവും. ഒരു ഓത്ത് കേട്ടാൽ നമുക്ക് ഈമാനികമായിട്ടൊരു ഇതുണ്ടാവും. ഓതുന്ന ആള് പടച്ചോനെ പേടിക്കുന്നു. അങ്ങനെ ഒരു പടച്ചോനെ പേടിച്ചുകൊണ്ടൊരു ഓത്ത്, അതാണ് ഏറ്റവും നല്ല ഓത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഖുർആൻ നിസ്കാരത്തിൽ ഭംഗിയായിട്ട് ഓതുക. നമ്മുടെ നാട്ടിലൊക്കെ പുറത്തുനിന്നൊക്കെ ഇമാമിനെ കൊണ്ടുവരും, തറാവീഹിനൊക്കെ. എന്നിട്ട് ഇമാമിനോട് പറയും, കുറച്ച് ഓതി മതി, ദോടാ ദോടാ അല്ലേ. എന്നിട്ട് പെട്ടെന്ന് നിസ്കാരം ചെയ്യണ പള്ളിയിൽ ഇഷ്ടംപോലെ ആൾക്കാരാണ്. 35 40 നിസ്കാരം ചെയ്യണ കൊടുത്ത ആൾക്കാർ ഓടിച്ചെല്ലും, വേഗം നിസ്കരിച്ചിട്ട് സ്വസ്ഥമായിട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോ എന്തിനാണ് ഇത്രയൊക്കെ റിസ്ക് എടുത്തിട്ട് ഒരു ഇമാമിനെ പുറത്തുനിന്ന് കൊണ്ടുവരുന്നത്? നന്നായിട്ട് നിസ്കരിക്കാനല്ലേ. അപ്പൊ നമ്മള് നിസ്കാരം അങ്ങനെ തന്നെ വൃത്തിക്ക് ഭംഗിക്ക് ഓതുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതാണ് 6ാമത്തെ പോയിന്റ്. 7ാമത്തെ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 7ാമത്തെ നിസ്കാരത്തിൽ അള്ളാഹു നമുക്ക് ജവാബ് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ നമ്മുടെ ചിന്തയൊക്കെ പോകും. അള്ളാഹു നമ്മിലേക്ക് ഫേസ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാൽ അള്ളാഹു തിരിക്കും. അള്ളാഹു നമുക്ക് ജവാബ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അല ഇന്ന കുല്ലുക്കും മുനാജിർ റബ്ബഹു, നിങ്ങൾ റബ്ബുമായുള്ള സംഭാഷണത്തിലാണ്. മനസ്സിലായി? അപ്പൊ ഞാൻ നിങ്ങളോട് ഇങ്ങനെ അല്ലേ വേണ്ട, അതിപ്പോ ഓൺലൈൻ ആയതുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാവും. നേരിട്ട് നമ്മൾ ഒരാൾ സംസാരിക്കുകയാണ് വിചാരിച്ചോളി. അപ്പൊ നമ്മള് പറയണീക്കല്ല അയാൾ ശ്രദ്ധിക്കണമെങ്കിൽ എന്തെങ്കിലും അവസ്ഥ, അല്ലെങ്കിൽ അയാള് വേറെന്തൊക്കെയോ പറയാ, ശ്രദ്ധ വേറെ സ്ഥലത്തും പറയണ വേറെ എന്തെങ്കിലും ആണെങ്കിൽ നമ്മളെന്തായാലോട് പറയാ, ഒന്നില്ലേ പറയാ, അല്ലെങ്കിൽ അത് നോക്കുക, അറിയില്ലേ. അപ്പൊ നമ്മള് കുറേ കാര്യങ്ങൾ നമ്മുടെ തലയിൽ ഉണ്ടാവരുത്. നമ്മൾ പടച്ചോനോട് സംസാരിക്കാൻ പോയതാണ്. നമ്മൾ പടച്ചോനോട് നമ്മൾ സംസാരിക്കുമ്പോൾ പടച്ചോൻ നമുക്ക് ഇങ്ങനെ റിപ്ലൈ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അത് നമ്മൾ പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, ഹമിദനി അബ്ദി, എന്റെ ദാസൻ എന്നെ സ്തുതിച്ചിരിക്കുന്നു. അർ-റഹ്മാനിർ റഹീം, അസ്ന അലൈഹി അബ്ദി, എന്റെ അടിമ എന്നെ വാഴ്ത്തിയിരിക്കുന്നു. മാലികി യൗമിദ്ദീൻ, മജ്ജദനി അബ്ദി, എന്റെ അടിമ എന്നെ നന്നാക്കി പറഞ്ഞിരിക്കുന്നു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് നമ്മൾ പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, ഹാദാ ബൈനി വ ബൈന അബ്ദി വലി അബ്ദി മാ സഅൽ, ഇതെനിക്കും എന്റെ അടിമക്കും ഇടയിലുള്ള ഒരു കരാറാണ്. ഇനി എന്റെ അടിമ എന്തു പറഞ്ഞാലും ഞാൻ അവന് കൊടുക്കും. അപ്പോഴാണ് നമ്മൾ ചോദിക്കണത്, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം
ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. നമ്മൾ എപ്പോഴാ പ്രാർത്ഥിക്കണേ? ചോദിച്ചോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന് നമ്മൾ പറയുമ്പോൾ അള്ളാഹ് പറയും ഹാദാ ബൈനി വബൈന അബ്ദി വലിഅബ്ദി മാ സഅൽ. ഇതെനിക്കും എന്റെ അടിമക്കൂടെയുള്ള കരാറാണ്. ഈ കരാർ സത്യസന്ധമായിട്ടാണോ പറയണമെങ്കിൽ അവൻ ചോദിക്കുന്നതൊക്കെ അവന് ഞാൻ കൊടുക്കും. അപ്പോഴാണ് നമ്മൾ ചോദിക്കുന്നത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഞങ്ങൾ നേരായ വഴിയിൽ ചേർക്കണമേ എന്നൊക്കെ. അപ്പൊ അള്ളാഹു നമ്മുടെ ചോദ്യത്തിന് നമുക്ക് നിസ്കാരത്തിൽ റിപ്ലൈ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നത് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ മനസ്സ് അവിടെ ഉണ്ടാവും, നമ്മുടെ ശ്രദ്ധ അവിടെ ഉണ്ടാവും. നിങ്ങൾ പഠിച്ചവനോട് സംസാരിക്കുകയാണ്, അതുകൊണ്ട് ഫല്യന്ദുർ കൈഫ യുനാജി, എങ്ങനെയാണ് പഠിച്ചവനോട് സംസാരിക്കേണ്ടത് എന്ന് നിങ്ങൾ നല്ലോണം നോക്കണം. അപ്പൊ അള്ളഹാനോട് സംസാരിക്കാൻ പോകുമ്പോൾ എങ്ങനെയും പോയാൽ മതിയോ? അന്തം വിട്ടുന്നാ മതിയോ? ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച പടച്ചോൻ, നമുക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തെന്ന് പടച്ചോൻ, നമ്മുടെ നാമാക്കിയ പടച്ചോൻ, നാളെ പരലോകത്ത് നമ്മുടെ പാപങ്ങൾ പുറത്തു നിന്ന് നമുക്ക് സ്വർഗം തരേണ്ട പടച്ചോൻ, നമ്മുടെ എല്ലാ പ്രതിസന്ധിക്കും നമ്മുടെ അത്താണിയായ പടച്ചോൻ, അൻത വലിയ ഫിദ്ദുന്യ വൽ ആഖിറ, നീയാണ് ദുനിയാവിലും പരലോകത്തും ഞങ്ങളുടെ വലിയ എന്ന് നമ്മൾ പറയുന്ന പടച്ചോൻ, ആ പടച്ചോന്റെ മുമ്പക്ക് നിൽക്കാൻ പോകുമ്പോൾ നിങ്ങൾ നല്ലോണം നോക്കണം എങ്ങനെ പോകേണ്ടത് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കാൻ. അപ്പൊ പടച്ചോനായിട്ടുള്ള സംസാരത്തിൽ പടച്ചോൻ നമുക്ക് റിപ്ലൈ നൽകുന്നുണ്ട് എന്നുള്ള ബോധം നമുക്കുണ്ടാവുക. അതാണ് 7ാമത്തെ പോയിന്റ്. 8ാമത്തെ പോയിന്റ് അസ്വലാത്തു ഇലാ സുത്ര വദ്ദുനൂബി മിൻഹ. നമ്മൾ ഒരു മറ മുന്നിലുണ്ടായിരിക്കണം. നിസ്കരിക്കുമ്പോൾ ഒരു മറ, കുറെ വലിയ റൂമിന്റെ ബാക്കിൽ നിന്ന് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് നിസ്കരിക്കരുത്. അപ്പൊ നമ്മുടെ ശ്രദ്ധ പോകും, കോൺസെൻട്രേഷൻ പോകും. നമ്മുടെ മുമ്പിലുള്ള ഒബ്ജക്ട്സ്, ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും, ബുക്ക് ഉണ്ടാവും, അലമാര ഉണ്ടാവും, കർട്ടൻ ഉണ്ടാവും, മറ്റതുണ്ടാവും, ടോപ്പ് ഉണ്ടാവും, അതുണ്ടാവും, ഇതുണ്ടാവും, ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിലേക്കൊന്നും നമ്മുടെ ശ്രദ്ധ പോകാണ്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സ്വഹാബത്തിന്റെ വീട്ടിൽ പോകും, അവിടുന്ന് നിസ്കരിക്കും, അവർ നബിയെ അവിടെ നിസ്കരിപ്പിക്കും. എന്നിട്ട് ആ നിസ്കരിച്ച സ്ഥലം അവർ നിസ്കാരത്തിന്റെ സ്ഥലമായിട്ട് അസൈൻ ചെയ്യും. അപ്പൊ നിസ്കരിക്കാനുള്ള ഒരു സ്ഥലം നമ്മൾ എന്ത് ചെയ്യണം? ഒരുക്കി വെക്കണം. അങ്ങനെ ഒരുക്കി വെച്ചിട്ട്, ചിലയിടത്തൊക്കെ റൂമുണ്ട്, നിസ്കാര റൂം. അതില്ലാത്ത ചെറിയ വീടും എങ്ങനെയൊക്കെയോ കഷ്ടിച്ചൊരു വീടൊക്കെ കുത്തിപ്പൊക്കിയ ആൾക്കാരാണ് നമ്മൾ അധികം ആൾക്കാരും. അപ്പൊ അങ്ങനത്തെ ആളുകൾ എന്ത് ചെയ്യണം? ശാന്തമായി നിസ്കരിക്കാൻ ഒരു ഏരിയ അത് വൃത്തിയായിട്ട് നമ്മൾ ഉണ്ടാക്കി വെക്കണം. ഒരു ഓഫീസ് റൂം ഉണ്ടെങ്കിൽ ആ ഭാഗം അത് ഫ്രഷ് ആയിരിക്കണം, ശ്രദ്ധയൊന്നും പോവാത്ത കോലത്തില്. നമുക്ക് സുജൂദ് ചെയ്യാൻ പാകത്തിന് ഒരു ഇടം, അത് മതി. നിസ്കരിച്ച് നമ്മുടെ സുജൂദ് ചെയ്യാൻ മാത്രമുള്ള ഒരു ഇടം, അവിടെ നമുക്കൊരു മറ ഉണ്ടായിരിക്കണം. മറ ഉണ്ടായിരിക്കണം. അത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സല്ല അഹദുക്കും ഇല സുത്ര, നിങ്ങൾ പിന്നെ മറയിലേക്ക് നിസ്കരിക്കുകയാണെങ്കിൽ ആ മറയുടെ അടുത്ത് നിൽക്കണം. ഇല്ലെങ്കിൽ ശൈത്താൻ നിങ്ങളുടെ നിസ്കാരം മുറിച്ചുകൊണ്ട് പോകുന്നു. ശൈത്താൻ നമ്മുടെ കോൺസെൻട്രേഷൻ തെറ്റിക്കും. മനസ്സിലായില്ലേ? അതിനിടയിൽ കൂടെ ആളുകൾക്ക് നടക്കാനൊന്നും പറ്റാത്ത കോലത്തിൽ നമ്മൾ ഒരു മറ സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എന്ത് മറ സ്വീകരിക്കണം? ഏത് തരത്തിലുള്ള മറ സ്വീകരിക്കണം? നമ്മുടെ ശ്രദ്ധ തെറ്റിക്കാത്ത കോലത്തിലുള്ള മറകൾ നമുക്ക് സ്വീകരിക്കാം. കുന്തം കുത്തിവെച്ച മദീന ഹദീസുകളിലുണ്ട്. തൂണുകൾ നമുക്ക് ഉപയോഗിക്കാം. നിസ്കാരം കഴിഞ്ഞ് സ്വഹാബത്ത് തൂണിന്റെ പിന്നിലേക്ക് പോകാറുണ്ടായിരുന്നു. നിസ്കരിക്കുന്ന ആളുടെ ബാക്കിൽ നിന്ന് നമുക്ക് മറയായിട്ട് നിൽക്കാം. സ്വഹാബത്തൊക്കെ മറയില്ലാതെ വരുമ്പോൾ സ്വഹാബിയോട് മുന്നിൽ ഇരുന്ന് തരാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ട് അതിനെ മറയാക്കി നിന്നിട്ട് നിസ്കരിക്കുമായിരുന്നു എന്നുള്ളതാണ്. ഇമാം നവവി റഹിമഹുല്ലാഹ് പറയുന്നത്, എന്തിനാണ് ഈ ഒരു മറ സ്വീകരിക്കാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? മറ സ്വീകരിക്കാനും അതിന്റെ അടുത്തേക്ക് നിൽക്കാനും പറഞ്ഞത് നമ്മുടെ ദൃഷ്ടിയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ്. നമ്മുടെ ദൃഷ്ടി മറ്റുള്ള ഭാഗത്തേക്ക് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ ഷെയ്ത്താൻ എന്താ വെച്ചാൽ നിസ്കരിക്കുന്ന മുമ്പ് സാധനം അവിടെ ഉണ്ടാവും, പക്ഷെ അപ്പം കാണിച്ചു തരാത്ത കുറെ സാധനങ്ങൾ നിസ്കരിക്കുമ്പോൾ കാണിച്ചു തരും. എന്തോ അടിപൊളി ഡിസൈന് അല്ലെ, അതാണ് ഈ മുസല്ലയ്ക്ക് നമ്മുടെ അടുത്ത വിഷയം വരുമ്പോൾ അതിൽ പറയാം. അപ്പൊ നമ്മുടെ ശ്രദ്ധയെ, നമ്മുടെ കണ്ണിനെ പലയിടത്തുകൂടെയും തെറ്റിക്കും നമ്മളൊരു മറക്ക് പിന്നെ നിസ്കരിച്ചില്ലെങ്കിൽ എന്നുള്ളതാണ്. അപ്പൊ മറ സ്വീകരിക്കുക എന്നുള്ളത് നിസ്കാരത്തിന് ആവശ്യമാണ്. അതായത് നമ്മുടെ സുജൂദ് ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പിൽ ഒരു മറ ഉണ്ടായിരിക്കണം. അത് കുറച്ചൊരു ഹൈറ്റ് ഉള്ള തരത്തിൽ നമ്മൾക്ക് ശ്രദ്ധ അതിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. 9ാമത്തെ കാര്യം ഇടത് കൈയിന്റെ മുകളിൽ വലത് കൈ വെച്ച് നെഞ്ചത്ത് വെക്കുക. ഇവിടെ ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ട് അല്ലെ, എന്തോ ഒരു ഇടങ്ങേറ് എന്നൊക്കെ പറയും ആൾക്കാര്. ഇവിടെ നെഞ്ചിനകത്ത് നമുക്കൊരു ഫീൽ ഉണ്ട്. ആ ഫീല് നമുക്ക് നിസ്കാരത്തിൽ കിട്ടണം. അപ്പൊ നെഞ്ചത്ത് നമ്മൾ കൈ കെട്ടണം.
പള്ളമലല്ല, അതിന്റെ താഴെയല്ല, നെഞ്ചത്താണ് നമ്മൾ കൈകെട്ടേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരത്തെ കുറിച്ച് സ്വഹാബത്ത് പറഞ്ഞത്, റസൂലുള്ള ഇടത് കൈയിന്റെ മുകളിൽ വലത് കൈ വെച്ച് അതിനെ നെഞ്ചത്ത് വെക്കുമായിരുന്നു എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. മറ്റൊരു ഹദീസിൽ കാണാം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഞങ്ങൾ അമ്പിയാക്കൾ എല്ലാവരും കിട്ടിയ കൽപ്പന ഇടത് കൈയിന്റെ മുകളിൽ വലത് കൈ വെക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇടത്തെ കൈയിന്റെ മുകളിൽ വലത്തെ കൈ വെച്ച് നമ്മൾ നമസ്കാരം നിർവഹിക്കുക എന്നുള്ളതാണ് നമുക്ക് ഭയഭക്തി കിട്ടാനുള്ള ഒരു മാർഗം. അപ്പൊ ഇതെല്ലാം കൂടെ നമ്മൾ പാലിക്കുമ്പോഴാണ് സ്വീകരിക്കുക, നെഞ്ചത്ത് വെക്കുക, ഓതുന്ന ആയത്തിന്റെ ആശയം മനസ്സിലാകും, ഓതുണ്ടാവുക, അടക്കത്തോടെ ദുഃഖത്തോടെ സാവകാശം ആയത്തുകൾ മുറിച്ച് പറഞ്ഞാല് പൂർത്തീകരിച്ച് ഓതി പോവുക, തർത്തീൽ പാലിക്കുക, തജ്വീദ് പാലിച്ച് ഏറ്റവും ഭംഗിയായി ഖുർആൻ ഓതുക. എല്ലാം കൂടെ വരുമ്പോ എന്ത് ചെയ്യും അല്ലെ? ഒരു ഫുഡ് ഉണ്ടായി വരാൻ, വൃത്തിയായി വരാൻ കുറെ ഇൻഗ്രീഡിയൻസ് അതിന്റെ തോതനുസരിച്ച് അതിന്റെ ടൈം അനുസരിച്ച് ചെയ്യണ്ടേ? ഇതുപോലെ നിസ്കാരത്തിൽ വരേണ്ടതായ കാര്യങ്ങൾ വരുമ്പോ നിസ്കാരം നന്നാവും. ഓക്കെ, 10ാമത്തെ പോയിന്റ്, അന്നദ്റു ഇല മൗദിഇ സുജൂദ്. നോട്ടം ഏറ്റവും പ്രധാനം. നമ്മുടെ കണ്ണ് പറഞ്ഞാൽ വെറും കണ്ണല്ല. ഈ കണ്ണ് ഒരു സ്കാനിങ് മെഷീനാണ്. നമ്മൾ എന്ത് കാണുന്നോ അത് നേരെ തലച്ചുറ്റിക്ക പോവാ, ബ്രെയിനിന് മെസ്സേജ് കൊടുക്കും. അപ്പൊ നമ്മള് എല്ലായിടത്തും കൂടി നോക്കിക്കഴിഞ്ഞാല് നിസ്കാരത്തെ ശ്രദ്ധ കിട്ടൂല. മറിച്ച് സുജൂദിന്റെ പോയിന്റിലേക്ക് നോക്കണം. അന്നദ്റു ഇല മൗദിഇ സുജൂദ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരം അങ്ങനെയായിരുന്നു. റസൂലുള്ള കണ്ണിനെ താഴ്ത്തുമായിരുന്നു. എന്നിട്ട് സുജൂദിന്റെ പോയിന്റിലേക്ക്, അത്തഹിയ്യാത്തിലിരിക്കുമ്പോൾ ചൂണ്ടിപ്പിടിച്ച വിരലിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാത്ത സമയത്ത് നമ്മൾ സുജൂദിന്റെ പോയിന്റിലേക്കാണ് നോക്കേണ്ടത്. അപ്പൊ ഒരു പൊസിഷനിലേക്ക് തന്നെ നോക്കി നിൽക്കുമ്പോ, അപ്പൊ ആ പൊസിഷനില് നമ്മുടെ നിസ്കാരം തെറ്റിക്കണമൊന്നും ഉണ്ടാവരുത്, മറിയുണ്ടാവണം. അപ്പൊ കണ്ണ് ഫുള്ളായിട്ട് ആ ഭാഗത്തേക്ക് മാത്രം പോയി നമുക്ക് നമ്മുടെ ശ്രദ്ധ അവിടെ മാത്രം നിൽക്കും, വേറൊരു സ്ഥലത്തേക്കും പോവാത്ത പോലത്തില്. ഓക്കെ, അപ്പൊ അതാണ് 10ാമത്തെ പോയിന്റ്, അന്നദ്റു ഇല മൗദിഇ സുജൂദ്. സുജൂദിന്റെ പോയിന്റിലേക്ക് നമ്മൾ നോക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഓക്കെ, 11ാമത്തെ പോയിന്റ്, പണ്ഡിതന്മാർ എണ്ണിയ 11ാമത്തെ പോയിന്റ്, അത്തഹിയാത്തിൽ വിരലനക്കുന്ന അതിന്റെ മഹത്വവുമായി ബന്ധപ്പെട്ടാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അത്തഹിയാത്തിൽ വിരലനക്കുന്നത് പിശാചിന് ഇരുമ്പിന്റെ ദണ്ഡ് കൊണ്ട് അടി ലഭിക്കുന്നതിനേക്കാൾ കഠിനമേറിയതാണ്. റസൂലുള്ള ഇളക്കി നിസ്കരിച്ചതും ഇളക്കാതെ നിസ്കരിച്ചതും ഹദീസിലുണ്ട്. അപ്പൊ ഈ രണ്ട് ഹദീസുകളെയും ജംഅ് ചെയ്തുകൊണ്ട് പണ്ഡിതന്മാർ ഇടക്ക് ഇളക്കാൻ വേണ്ടിയിട്ട്, ഇടക്ക് ഇളക്കാതെയും ഇടക്ക് ഇളക്കിയിട്ടും നിസ്കരിക്കാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാഹു അഅലം. അതൊരു മസ്അലയാണ്, അതിലേക്ക് കൂടുതൽ പറയാൻ ഞാനും ആളല്ല. അപ്പൊ ആ ഒരു സംഗതി പണ്ഡിതന്മാർ എണ്ണിയിട്ടുണ്ട് അത്തഹിയാത്തിൽ. 12ാമത്തെ പോയിന്റ്, എന്നും ഓതിയത് തന്നെ ഓതാ. നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംഭവമാണത് അല്ലെ? എപ്പോഴും ഫാത്തിഹ കഴിഞ്ഞാൽ പിന്നെ ഇന്നാത്തിനക്കൽ കൗസർ അങ്ങനെ അൺകോൺഷ്യസ്ലി വരും. അതായത് നമ്മൾ അറിയാതെ തന്നെ ആ സൂറത്തുകൾ വരും. അപ്പോഴാണ് ഈ എത്രാമത്തെ റക്കയത്താണ്, ഏത് റക്കയത്താണെന്ന് ഒരു ഐഡിയ ഉണ്ടാവും. അപ്പൊ സൂറത്തുകൾ മാറ്റി പിടിക്കുക. ഇപ്പൊ ഈ ഹിഫ്ള് പഠിക്കുന്ന കുട്ടികൾ പോലും നിസ്കാരത്തിൽ ഒരു പഠിക്കണത് ഓതൂല. ഇപ്പൊ ഹിഫ്ള് പഠിക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും ഇവിടെ. അപ്പൊ നമ്മൾ ഈ പഠിക്കുന്നത് എന്ത് ചെയ്യണം? നിസ്കാരത്തിൽ ഓതണം. അതുപോലെ തന്നെ അല്ലാത്ത ഇപ്പോ തുടക്കത്തില് ദുആഉൽ ഇഫ്തിതാഹ്, അല്ലാഹുമ്മ ബഅഇദ് ബൈനി ഉണ്ട്, വജ്ജഹതു വജ്ഹിയ ഉണ്ട്, സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക വതബാറക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക എന്ന പ്രാർത്ഥന ഉണ്ട്. അപ്പൊ ഓരോ സ്ഥലത്തും തനവ്വുഅ്, സുജൂദിൽ കുറെ പ്രാർത്ഥന ഉണ്ട്, റുകൂഇൽ കുറെ പ്രാർത്ഥന ഉണ്ട്. ഇതൊക്കെ എന്തിനാണ്? നിസ്കാരത്തിൽ ഖുശൂ നിലനിർത്തുക. എന്നും ഒരേ പ്രാർത്ഥന, എന്നും ഒരേ സൂറത്ത് ഓതുമ്പോൾ നമ്മുടെ നിസ്കാരം അങ്ങനെ അത് ഇങ്ങനെ അറിയാതെ ഇങ്ങനെ ചെയ്തു പോകുന്ന ഒരു പണിയാവും. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ എത്ര പെട്ടെന്ന് ഉള്ളി അരിയും, പക്ഷെ നമുക്ക് അങ്ങനെ അരിയണാണ് ഭയങ്കര പരിപാടിയായിട്ട് തോന്നും. കാരണം നമുക്കത് അരിയാൻ അറിയില്ല, അത് നിങ്ങൾ ശീലമായി. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് എന്ത് ചെയ്യുക? അങ്ങനെ ശീലമായി പോവാതിരിക്കാൻ വേണ്ടി നിസ്കാരത്തിൽ ഓതുന്ന ആയത്തുകൾ മാറ്റി പിടിക്കുക. നിസ്കാരത്തിൽ ഓതുന്ന പ്രാർത്ഥനകൾ, റസൂലുള്ള വ്യത്യസ്തമായി പഠിപ്പിച്ചെന്ന പ്രാർത്ഥനകൾ നമ്മൾ എന്ത് ചെയ്യുക? മാറ്റി മാറ്റി ഓതുക എന്നുള്ളതാണ് നമ്മൾ പാലിക്കേണ്ട 12ാമത്തെ അദബ് അല്ലെ? അപ്പൊ ആരോ നെറ്റ് പോയി പറഞ്ഞു. 7ാമത്തത് നമ്മൾ പറഞ്ഞത്, അള്ളാഹു മറുപടി നൽകുന്നുണ്ട്
എന്ന് മനസ്സിലാക്കലാണ്. എട്ടാമത്തത് മറ സ്വീകരിക്കുക, നിസ്കരിക്കും മുമ്പിൽ ഒരു മറ ഉണ്ടാവുക. ഒമ്പതാമത്തത് ഇടത് കൈയിന്റെ മുകളിൽ വലത് കൈ വെച്ച് നെഞ്ചത്ത് വെക്കുക. പത്താമത്തത് സുജൂദിന്റെ പോയിന്റിലേക്ക് നോക്കി നിസ്കരിക്കുക. 11ാമത്തേത് വിരലനക്കുക അത്തഹിയാത്തിൽ. 12ാമത്തേത് ആയത്തുകൾ, പ്രാർത്ഥനകൾ നമ്മൾ മാറ്റി മാറ്റി ഓതുക എന്നുള്ളതാണ്. 13ാമത്തേത് തിലാവത്തിന്റെ സുജൂദ് നിർവഹിക്കുക. എപ്പോഴും ഉണ്ടാവില്ല തിലാവത്തിന്റെ സുജൂദ്. കാരണം തിലാവത്തിന്റെ സുജൂദ് നമ്മൾ നിർവഹിക്കുമ്പോൾ ഷെയ്ത്താൻ അവൻ മാറി നിന്ന് കരയും. ഷെയ്ത്താൻ പറയും അത്രേ, എന്റെ നാശം, അവരോട് അള്ളാഹു സുബ്ഹാനഹു വതആല സുജൂദ് ചെയ്യാൻ കൽപ്പിച്ച് അവർ സുജൂദ് ചെയ്തു. എന്നോട് അതുകൊണ്ട് അവർക്ക് സ്വർഗം. എന്നോട് അള്ളാഹു സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചപ്പോ ഞാൻ സുജൂദ് ചെയ്യാതെ മാറി നിന്നു, അതുകൊണ്ട് എനിക്ക് നരകം എന്ന് പറഞ്ഞിട്ട് അവൻ കരയും അത്രേ. അപ്പൊ നിസ്കാരം കൊളാക്കുന്നത് ആരാ? ഷെയ്ത്താനാണ്. ഒരാൾക്ക് അതിന് ഡ്യൂട്ടി തന്നെ ഉണ്ട്. അപ്പൊ നമ്മൾ തിലാവത്തിന്റെ സുജൂദ് നിർവഹിക്കുമ്പോൾ ഷെയ്ത്താൻ മാറി നിൽക്കും. അപ്പൊ നമ്മൾ ചെയ്യേണ്ട 13ാമത്തെ പോയിന്റാണ്. 14ാമത്തെ പോയിന്റ്, നിസ്കാരത്തില് ഷെയ്ത്താന്റെ എല്ലാ ഉപദ്രവവും ഉണ്ടാവും. കാരണം ബാങ്ക് കൊടുത്താൽ ഷെയ്ത്താൻ ഓടും, ബാങ്ക് കഴിഞ്ഞാൽ ഷെയ്ത്താൻ തിരിച്ചു വരുന്നിട്ട് ആൾക്കാരെ പേപ്പിക്കും. എക്കാമത്ത് കൊടുത്താൽ ഷെയ്ത്താൻ ഓടും, എക്കാമത്ത് കഴിഞ്ഞാൽ ഷെയ്ത്താൻ വീണ്ടും തിരിച്ചു വരും. എന്നിട്ട് നിസ്കരിക്കാൻ പോവാത്ത ആൾക്കാർ അങ്ങനെയും, നിസ്കരിക്കുന്ന ആൾക്കാരോട് ഉസ്കുർക്കഥ, നീ അതാലോചിച്ച് നോക്ക്, ഇതാലോചിച്ച് നോക്ക്, മറ്റേ ചിന്തിച്ചു നോക്ക് എന്നിട്ട് ഓരോ ഓർമ്മകൾ മനസ്സിലിങ്ങനെ ഇട്ടുതരും. അപ്പൊ ഷെയ്ത്താനാണ് നിസ്കാരത്തെ പിഴപ്പിക്കണം. അപ്പൊ എത്ര കയത്തായി എവിടെ എത്തി ഒരു അന്തം ഉണ്ടാവില്ല അല്ലെ? ക്ലാസ് കേട്ടിട്ടും പഠിച്ചോനേച്ച് നിസ്കരിക്കും, ശരിയാണല്ലോ, അങ്ങനെ ഫ്രസ്ട്രേഷൻ, പുതിയ ഫ്രസ്ട്രേഷൻ ഉണ്ടാകാൻ സാധ്യത അതാണ്. അപ്പോ നിസ്കാരത്തെ അപഹരിക്കാൻ വേണ്ടി ഷെയ്ത്താൻ പണിയെടുക്കുന്നത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അൽ ഇസ്തിആദതു മിനശ് ശൈത്താൻ. നിസ്കാരത്തിൽ നമുക്ക് ബുദ്ധിമുട്ട് തോന്നുമ്പോൾ നമ്മൾ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് രക്ഷാതേട്ടം നിർവഹിക്കുക എന്നത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുകയാണ്. സ്വഹാബി നബിയോട് വന്നിട്ട് പറയാം, നബിയെ, എന്റെ നിസ്കാരവും എന്റെ ഖിറാഅത്തും തമ്മിൽ ഇങ്ങനെ ബ്രേക്ക് ആവുക, നിസ്കാരത്തിൽ എന്തോ ഒരു ബാരിയർ വരികയാണ്. അപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത് ചോദിച്ചപ്പോ നബി പറഞ്ഞു, ഷെയ്ത്താൻ, അത് ഷെയ്ത്താനാണ്. യുഖാലു ലഹു ഖൻസബ്. ഖൻസബ് എന്നാണ് ഷെയ്ത്താന്റെ പേര്. ഖൻസബ്, ഖിൻസബ്, ഖുൻസബ് എന്നൊക്കെ പല ഹർക്കത്തുണ്ട്. അവന്റെ പേര് അതാണ്. ഫഇദാ അഹ്സസ്തഹു ഫതഅവ്വദ് ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. നിനക്ക് അങ്ങനെ ഫീൽ ചെയ്താൽ നീ അള്ളാഹിനോട് രക്ഷ തേടണം എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഓക്കെ, ഇപ്പൊ വിശദീകരിക്കുന്നില്ല. ഷെയ്ത്താനിൽ നിന്ന് രക്ഷ തേടുക നിസ്കാരത്തിൽ. പിന്നെ 15ാമത്തെ കാര്യം, നമ്മുടെ മുൻഗാമികളുടെ നിസ്കാരം, അവരുടെ നിസ്കാരത്തിലെ ഭയഭക്തി, അതൊക്കെ നമ്മൾ ചിന്തിക്കുക, പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു യുദ്ധയാത്രയിൽ രാത്രിയായപ്പോ നബിക്ക് കാവൽ നിൽക്കുക സ്വഹാബത്തിന്. അദ്ദേഹം വേഗം രാത്രി പോയിട്ട് ഒന്നെടുത്ത് നിസ്കാരം തുടങ്ങി. അപ്പൊ ദൂരെ നിന്നൊരു ശത്രു കാലിന് അമ്പെയ്തു. അദ്ദേഹം നിസ്കാരം മുറിക്കാതെ ഓതിക്കൊണ്ടിരിക്കുക, മറിഞ്ഞു വീണു. അപ്പൊ തൊട്ടടുത്തുള്ള ആൾ എണീറ്റ് നോക്കുമ്പോ ഇയാള് രക്തത്തിൽ കുളിച്ച് കിടക്കുകയാണ്. അപ്പൊ എന്തേ വിളിക്കായിരുന്നു ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത്, നിസ്കാരം മുറിക്കുന്നതായിരുന്നു കാലിൽ തറച്ച അമ്പിനേക്കാൾ എനിക്ക് വേദന എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ നമ്മുടെ മുൻഗാമികളുടെയൊക്കെ ആ ഒരു ഭയഭക്തിയുടെ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കാം. അപ്പൊ നമുക്കും ഒരു മോട്ടിവേഷൻ സ്പീക്കേഴ്സ്, യു ക്യാൻ, നിനക്ക് സാധിക്കും. പരാജയം, ഫെയിലിയർ ഒരു എൻഡല്ല, അവസാനമല്ല, ഫെയിലിയർ തുടക്കമാണ്. അത് കേട്ടില്ലെങ്കിൽ അപ്പൊ അങ്ങനത്തെ മോട്ടിവേഷൻസ് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര മോട്ടിവേഷൻ ആവും. അപ്പൊ നിസ്കാരത്തിന്റെ കാര്യത്തിലും നമ്മൾ നല്ല മോട്ടിവേഷൻ കിട്ടുന്ന സലഫുകളുടെ ചരിത്രങ്ങൾ പഠിക്കുക. 16ാമത്തെ കാര്യം, ഈ ഖുശൂ ഉണ്ടായാൽ എന്താ ഗുണം അത് നമ്മൾ മനസ്സിലാക്കുക. ഖുശൂ ഉണ്ടായാൽ എന്താ ഗുണം? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരാള് നിർബന്ധ നമസ്കാരത്തിൽ പങ്കെടുക്കുന്നു, അയാളുടെ വുളു ശരിയാണ്, അയാൾ നല്ല ഖുശൂ ഉണ്ട്, അയാളുടെ റുക്കൂ ശരിയാണ്, അങ്ങനെയെങ്കിൽ അയാളുടെ എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല അയാൾക്ക് പുറത്തു കൊടുക്കും. മനസ്സിലാണ്ടോ? അപ്പൊ അത് ഖുശൂ നിർബന്ധ ഘടകമാണ് നിസ്കാരത്തിൽ. ഖുശൂ ഇല്ലെങ്കിൽ നിസ്കരിച്ചില്ല എന്നാണ് പരിഗണിക്കപ്പെടുക. അതുകൊണ്ട് തന്നെ നിസ്കാരത്തിന്റെ ആ ഒരു സംഗതി നമ്മൾ ശ്രദ്ധിക്കാം. 17ാമത്തെ കാര്യം, അൽ ഇജ്തിഹാദു ബിദ്ദുആ ഫി മവാദിഇഹി ഫി സ്വലാ വഖുസൂസൻ ഫി സുജൂദ്. നിസ്കാരത്തിലൊക്കെ ഖുശൂ കിട്ടാൻ വേണ്ടി നമ്മൾ പടച്ചവനോട് നല്ലോണം പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക എന്നൊക്കെ പറഞ്ഞല്ലേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിഅൽ ഖൈറാത്ത് വതർക്കൽ മുൻകറാത്ത് വഹുബ്ബുൽ മസാകീൻ എന്നൊക്കെ പറഞ്ഞല്ലേ. അങ്ങനത്തെ പ്രാർത്ഥനകൾ നമ്മൾ പടച്ചവനോട് നല്ലോണം, പ്രത്യേകിച്ച് സുജൂദിൽ, എന്റെ നിസ്കാരം, എന്റെ ഇബാദത്തൊക്കെ നന്നാക്കി തരണേ എന്ന് നല്ലോണം പടച്ചവനോട് നമ്മൾ പ്രാർത്ഥിക്കുക. 18ാമത്തെ പോയിന്റ്,
അൽ അദ്കാറുൽ വാരിദ ബഅദ സ്വലാ. നമസ്കാരം കഴിഞ്ഞ പായല്ല, ഈ നിസ്കാരം കഴിഞ്ഞിട്ട് വേണം അത് ചെയ്യാൻ ഇത് ചെയ്യാന്ന് മനസ്സിൽ വെച്ചാൽ പിന്നെ നിസ്കാരം ശരിയാവില്ല. നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഇരുന്ന് ദിക്ർ ചൊല്ലി പ്രാർത്ഥിച്ച് സുന്നത്ത് നിസ്കരിച്ചിട്ട് എണീക്കൊള്ളൂ എന്ന് മനസ്സിലാക്കിയ പിന്നെ നിസ്കാരം ആക്കം പോലെയാവും. ഇല്ലെങ്കിലോ ഒറ്റ തീർക്കല് കയറുന്ന ഒറ്റ ഓട്ടായിരിക്കും. അപ്പോ നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകൾ നമ്മൾ എന്ത് ചെയ്യുക, വൃത്തിക്ക് ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. അത് നമസ്കാരത്തിൽ നമുക്ക് ഭയഭക്തി ഉണ്ടാകാനുള്ള കാരണമായിട്ട് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച വിഷയമാണ്. അപ്പോൾ നമ്മൾക്കൊക്കെ ഒരു പീസ് റേഡിയോ പുറത്തിറക്കിയ ഒരു ചാർട്ട് ഉണ്ട് അല്ലെ, ആ ഒരു ചാർട്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് നല്ലതാണ്. അദ്കാർ ബഅദ സ്വലാ അൽ മഫ്റൂദ, ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം നിർവഹിക്കേണ്ട പിന്നെ ദിക്റുകളാണത്. അപ്പൊ ആ ഒരു ചാർട്ട് നമ്മുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വീട്ടിലുള്ള ആളുകൾക്കൊക്കെ അത് നോക്കിയിട്ട് ചൊല്ലാം. അത് പഠിച്ചാൽ പിന്നെ നമുക്ക് കാണാതെ ചൊല്ലാം. ഓക്കെ, കുട്ടികൾക്ക് ഭയങ്കര മോട്ടിവേഷൻ ആവും അങ്ങനത്തെ ചാർട്ടുകൾ ദിക്റുകളൊക്കെ ഉണ്ടാവുമ്പോൾ ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇതാണ് 18 പോയിന്റുകൾ നമ്മൾ പറഞ്ഞത്. പിന്നെ ഈ 18 പോയിന്റുകളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിനോട് നല്ലോണം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഒന്നാമത്തെ പോയിന്റ് ഇസ്തിഅദാദുൽ ലിസ്സലാ, നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങുക. 2 അടക്കവും ഒതുക്കവും ഉണ്ടാവുക. 3 മരണത്തെക്കുറിച്ച് ധാരാളമായിട്ട് ഓർക്കുക. 4 ആയത്തുകളുടെയും പ്രാർത്ഥനകളുടെയും ആശയത്തെക്കുറിച്ചും അർത്ഥത്തെക്കുറിച്ചും നമ്മൾ ചിന്തിക്കുക. 5 ആയത്തുകളായിട്ട് ഓതുക. 6 നല്ല ഭംഗിയിൽ സ്വരമാധുര്യത്തോടെ തജ്വീദ് പാലിച്ച് നമ്മൾ ഖുർആൻ ഓതുക. 7 അള്ളാഹു നിസ്കാരത്തിൽ നമുക്ക് റിപ്ലൈ തരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. 8 മറ സ്വീകരിക്കുക. 9 ഇടത് കൈമേൽ വലത് കൈ വെച്ച് നെഞ്ചത്ത് വെക്കുക. 10 സുജൂദിന്റെ പോയിന്റിലേക്ക് നോക്കുക. 11 നമ്മുടെ വിരല് അത്തഹിയാത്തിൽ വിരല് അനക്കുക. 12 പിന്നെ സൂറത്തുകളും അതുപോലെ തന്നെ പ്രാർത്ഥനകളും അദ്കാറുകളും ഒക്കെ റസൂല പഠിപ്പിച്ച തന്നെ വേറെ വേറെ പ്രാർത്ഥനകൾ ചൊല്ലുക. 13 പിന്നെ തിലാവത്തിന്റെ സുജൂദ് നമ്മൾ നിർവഹിക്കുക. 14 ഷൈത്താനിൽ നിന്ന് രക്ഷ തേടുക. 15 പിന്നെ സലഫുകളുടെ നമസ്കാരത്തിന്റെ അവസ്ഥയും അവരുടെ ഖുശൂഉം ഭയഭക്തിയും ഒക്കെ നമ്മൾ ചരിത്രത്തിൽ നിന്ന് പഠിക്കുക. 16 നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടായാലുള്ള ഗുണം എന്താണെന്ന് മനസ്സിനെ ബോധ്യപ്പെടുത്തുക. 17 ഇപ്പൊ എന്തേനി, നിസ്കാരത്തില് സുജൂദിലും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളിലും ഒക്കെ നമ്മൾ നമ്മുടെ നിസ്കാരം നന്നാക്കി കിട്ടാൻ വേണ്ടി പഠിച്ചുകൊണ്ടല്ലോ പ്രാർത്ഥിക്കുക. 18 നിസ്കാരത്തിന് ശേഷമുള്ള അസ്കാറുകൾ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബറും മറ്റു അസ്കാറുകളൊക്കെ ചൊല്ലുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ. ഞാൻ ഉപേക്ഷിക്കേണ്ടതും സ്വീകരിക്കേണ്ടതും ഇന്ന് പറയാൻ വിചാരിച്ചാണ്, പക്ഷെ ഇതിന് തന്നെ ടൈം വേണ്ടിയിരുന്നുള്ളതുകൊണ്ട് ഒരു പാർട്ടാണ് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് അടുത്ത പാർട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. നിസ്കാരത്തിന്റെ ശ്രദ്ധയെ അപഹരിക്കുന്ന, നിസ്കാരത്തിൽ നമ്മൾ ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട്. സ്വീകരിക്കേണ്ട കുറെ കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നു, അതോടൊപ്പം ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ഒഴിവാക്കും കൂടെ ചെയ്യുമ്പോഴേ നിസ്കാരം ശരിയാവുള്ളൂ. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സമയം 9:50 ഇനി നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പഠിച്ചത് പ്രാവർത്തികമാക്കാനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ഏറ്റവും നല്ല നിലക്ക് നമസ്കാരം നിർവഹിച്ച് പടച്ചവന്റെ മുമ്പിൽ നിസ്കാരം ആദ്യം ഹിസാബിന് വരുമ്പോൾ ഏറ്റവും നല്ല നിലക്കുള്ള നിസ്കാരമായി വിജയിക്കുന്നവരായി, വിജയിച്ച നിസ്കാരം കാഴ്ചവെക്കുന്നവരാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും മാറ്റട്ടെ. 168 ആളുകൾ ഇപ്പോഴും ലിങ്കിലുണ്ടെന്നുള്ള വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഒരു ദീനി മജ്ലിസ് ആരംഭിക്കുന്ന മുതൽ അതിന്റെ അവസാനം വരെ ഉണ്ടാവുക എന്നുള്ള ആ ഒരു അദബ് വളരെ വൃത്തിക്ക് നിങ്ങൾ പാലിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല പ്രതിഫലം എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. കൂടുതൽ പഠിക്കാൻ ഇൽമും ഈമാനും തഖ്വയും അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ഈ ഒരു ദീനി പഠന രംഗത്തും ഇതിന്റെ ഓർഗനൈസേഷൻ രംഗത്തും ഒക്കെ നമ്മളുള്ളത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാ വീഴ്ചകളും അല്ലാഹു പുറത്തു തരികയും നമ്മുടെ എല്ലാറ്റിനും അല്ലാഹു ബർക്കത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുകയും പടച്ചവന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരാക്കി നമ്മളെല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുക്കുകയും ചെയ്യുമാറാവട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.